അറിഞ്ഞില്ല. മൂപ്പരൊക്കെ ഉണ്ട്. വന്നതേ ഉള്ളു, വന്ന വഴിയാ. ഓ Very good morning to all. Good morning, ma'am. Good Good morning. morning. Good morning, ma'am. Good morning. സന്തോഷം, വളരെ സന്തോഷം. Good morning, ma'am. Good morning. Good morning, ക്യാമറ ma'am. സ്പെഷ്യൽ താങ്ക്സ്. വളരെ സന്തോഷം. എൻ്റെ ഗുഡ് മോർണിംഗ് ഞാൻ സ്നേഹം അറിയിക്കുന്നു. നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ കഴിഞ്ഞവരോടുള്ള സ്പെഷ്യൽ സ്നേഹവും കരുതലും ബ്ലെസ്സിങ്സും ഞാൻ ഇവിടെ തരുകയാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാം നമ്മളും ഉണ്ടാകട്ടെ. സന്തോഷം. ഇന്ന് വളരെ സൂപ്പറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്, അതായത് 1111 പോർട്ടൽ. അപ്പൊ ഇതിനെ നമ്മൾ ഒരു വളരെ ഹോളിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ റാഡിക്കലായിട്ട് ഇതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സെഷനാണിത്. അപ്പൊ ഇത് എന്തൊക്കെയാണോ നിങ്ങൾക്ക് 1111 പോർട്ടലിനെ കുറിച്ച് നിങ്ങളുടെ ഉള്ളത് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ബട്ട് സ്റ്റിൽ അതിന്റെ റിയാലിറ്റിയും കൂടെ മനസ്സിലാക്കുക എന്നതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. സോ ഈ സെഷനിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആരൊക്കെയാണുള്ളത്? ആദ്യമായിട്ട്, അതായത് ഇന്ന് നമ്മുടെ ഉബണ്ടു സെഷനിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന, അതായത് ആദ്യമായിട്ട് ഉബണ്ടു സെഷൻ ഞാൻ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. സബീർ സർ ആദ്യമായിട്ടാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ ഫസ്റ്റ് ടൈം ഉബണ്ടു? ഞാനുണ്ട് മാം, ബിജിത. ഓക്കെ, ബിജിത, ഡാലിയ മനോജ്, അനു അഗസ്റ്റിൻ, വെൽക്കം എല്ലാവരെയും ഈ ഒരു ഉബണ്ടു അവറിലേക്ക്. എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ ആണിത്. ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണിത്. ഇതിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ സബ്ജക്റ്റ് 1111 പോർട്ടലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ മാനിഫെസ്റ്റേഷൻ, സക്സസ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത് ഇൻഡസ്ട്രി, ഇതൊരു ഇൻഡസ്ട്രിയാണ്.
സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി ആയിട്ട് ഇന്നത് മാറിയിട്ടുണ്ട്. ഇവിടെ ലൈക്ക് എനി അതർ ഇൻഡസ്ട്രി, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ IT ഇൻഡസ്ട്രി എന്ന് പറയുന്ന പോലെ പേഴ്സണൽ ഗ്രോത്ത്, പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയാണ്. ഇതിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. നിങ്ങളുടെ മൈൻഡിലുള്ള 1111 പോർട്ടലിനെ കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാമോ? നിങ്ങളുടെ മൈൻഡിൽ ഇത് 1111 കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം 1 വേർഡിൽ ചാറ്റ് ബോക്സിൽ ഇടാമോ? എല്ലാവരെയും ഞാൻ ഇതിനകത്ത് ഒരു കോൺവെർസേഷന് വേണ്ടി വെൽക്കം ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഉള്ള ആശയങ്ങൾ പറയാൻ ഉള്ള സമയമുണ്ട്. ലക്കാണ്, അഡ്വക്കേറ്റ് വിജിത പറഞ്ഞു ലക്കാണെന്ന്. ഗുഡ്. ഹായ് സജന, മോർണിംഗ്. മാം, ഇപ്പൊ 1111 പോർട്ടലിനെ കുറിച്ച് ഞാനൊരു ഷോർട്സ് ഇട്ടത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വളരെ ഏറെ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക്. ഗുഡ്. മാനിഫെസ്റ്റ് എനിത്തിങ് അറ്റ് 1111. കൊള്ളാം. മാനിഫെസ്റ്റേഷൻ ആണ്. കൊള്ളാം. വെരി ഗുഡ് ജയ. കാരണം ആളുകൾക്ക് അത് വളരെ ഇഷ്ടമാണ്. 1111 11 days. ഡാലിയ മനോജ്, സൂപ്പർ. ദെൻ അലൈൻമെന്റ് ആണെന്ന് പറഞ്ഞു. വെരി നൈസ്. അലൈൻമെന്റ് ആണെന്ന് പറഞ്ഞു. രേഖയാണ് അലൈൻമെന്റ് എന്ന് പറഞ്ഞ ദിവിഷയാണ്. സൂപ്പർ. രേഖ റാസ് വർക്ക് ചെയ്യുന്നു, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. വെരി ഗുഡ്. മോർ സയന്റിഫിക്. അവരൊക്കെ എനിക്ക് വളരെ ഐ ആം പ്രൗഡ് ഓഫ് യു. മൈ സ്റ്റുഡൻസ്, എൻ്റെ സ്റ്റുഡൻസ് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്താണ് സംസാരിക്കുന്നത്. എനർജി പോർട്ടലാണെന്ന് പറഞ്ഞു. സൂപ്പർ വിഷ്ണു. വെരി നൈസ്. വളരെ സന്തോഷം. നമ്മളിത് ഇങ്ങനെ മാം, അവിടെ 17 സെക്കൻഡ് റൂള് വർക്ക് ചെയ്യില്ലേ? എല്ലാം വർക്ക് ചെയ്യും. എല്ലാ റൂളും അടിപൊളിയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ എ ഹൈലി എനർജറ്റിക് ടൈം ആൻഡ് സ്പേസ് ആൻഡ് ഡയമെൻഷൻ. സൂപ്പർ. സോ നൈസ്. അപ്പൊ ഇത് നമുക്ക് അവയർനെസ് മാച്ചിങ്. ഓ ഗുഡ് ഗുഡ്. സോ ഗുഡ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മറുപടി. അപ്പൊ ഇവിടെ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ 1111 നമ്മളിലേക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 1111 എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മളിലേക്ക് വന്നതിന് അതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, അതും കൂടെയൊക്കെ നമ്മൾ അറിയുന്നത് വളരെ നല്ലതല്ലേ? ആ ഒറിജിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് നല്ലതാണ്. അതിന് ഏതെങ്കിലും റിലീജിയസ്, കൾച്ചറൽ അല്ലെങ്കിൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ്. സോ ദാറ്റ് നമുക്ക് കുറച്ചുകൂടി അതിനകത്ത് ഇപ്പോൾ ഇത് വേണോ വേണ്ടേ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ 1111 ചില ആൾക്കാർ ആയിരിക്കും 1111 അടിപൊളിയാണ്, സൂപ്പർബാണ്, അത് വർക്ക് ചെയ്യും. ചിലർ ആയിരിക്കും ഒരു കൺഫ്യൂഷൻ, സ്കെപ്റ്റിക് ആവും, ഓ അതിലൊന്നും വലിയ കാര്യമില്ല. ചില ആൾക്കാർ ആയിരിക്കും ഇത് ചെയ്യുന്നത് ആളുകൾ വെറുതെ പറയുന്നതാണ്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നതാണ്. പക്ഷെ ഇതിന്റെ റിയാലിറ്റി നമുക്കിന്ന് മനസ്സിലാക്കാം. അതിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം. നമുക്ക് ഇതിന്റെ ഒറിജിൻ ആദ്യം നോക്കാം. ഏൻഷ്യന്റ് റിലിജിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു റിലിജിയനിലും 1111 റിച്വൽ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹിന്ദുയിസമോ ക്രിസ്ത്യാനിറ്റിയോ ഇസ്ലാമോ ബുദ്ധിസമോ ഒന്നും പറയുന്നില്ല. പക്ഷേ വൈ 1111 ഫീൽ പവർഫുൾ? ഇത് ഏൻഷ്യന്റ് കൾച്ചറിലെല്ലാം ഒരു പോസ് മൊമെന്റ് ഉണ്ടായിരുന്നു. നോട്ട് ആൻ എക്സാക്ട് നമ്പർ, ഒരു പോസ് മൊമെന്റ്. നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കോമൺ ഏൻഷ്യന്റ് പ്രാക്ടീസ് എല്ലാം ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു പോസ് എടുത്തു. അവിടെ ഒരു പ്രെയർ ഓഫർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ അവർക്ക് പ്ലേസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊണ്ടുവരാനായിരിക്കും. എല്ലാ കാലഘട്ടത്തും വളരെ പുരാതന മതങ്ങൾ തൊട്ട് ഇത് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മൈൻഡിനെ റീസെറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്തിരുന്നു. പുരാതന കാലങ്ങളിലാണ് പറയുന്നത്, ഏൻഷ്യന്റ് സ്റ്റോറീസിലാണ് ഞാൻ പറയുന്നത്. ഹ്യൂമൻ ഹാവ് ഓൾവേസ് യൂസ്ഡ് ടൈം മാർക്കേഴ്സ് ടു ക്രിയേറ്റ് മീനിങ്. ടൈം, ഈ സമയം കണ്ടുപിടിച്ചതാണ് മനുഷ്യന്റെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയിലെ ഏറ്റവും വലിയ ഒരു റെവല്യൂഷൻ. ടൈം എന്ന് പറയുന്നതിനെ കൗണ്ട് ചെയ്ത് ക്വാണ്ടിഫൈ ചെയ്തു, ദിവസത്തെ ക്വാണ്ടിഫൈ ചെയ്തത്, ഒരു മീനിങ് കൊടുക്കാൻ സാധിച്ചു. ഇനി കൾച്ചറൽ പാരലൽസ് നോക്കുകയാണെങ്കിൽ ഹിന്ദു കൾച്ചർ എടുക്കാം. സന്ധ്യകാല പൂജകൾ അല്ലെങ്കിൽ ട്വിലൈറ്റ് പോസ് എന്ന് പറയത്തില്ലേ, ചിലപ്പോൾ മോർണിംഗിൽ ചിലപ്പോൾ ചില അമ്പലങ്ങൾ തുറക്കാറുണ്ട്, ചില ഈവനിങ് പോസസ് എടുക്കാറുണ്ട്, ഈവനിങ് പ്രെയർ ചെയ്യാറുണ്ട്. അത് ആക്ച്വലി ഒരു ക്ലോക്കിന്റെ നമ്പർ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല, ഒരു ട്രാൻസിഷൻ മൊമെന്റ് ആണ്. ഈ റിലീജിയസ് ബേസിൽ ആ ഒരു വേറൊരു മൊമെന്റ് എന്ന ഒരു ട്രാൻസിഷനിലേക്ക് പാസ് ചെയ്ത് വരാനായിട്ട് ഉള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. അവിടെയും ആ ട്രാൻസിഷൻ മൊമെന്റ്സ് നടക്കുന്നത് ഒരു ഇന്റൻഷൻ, ഒരു ബ്രീത്ത്, അല്ലെങ്കിൽ ഒരു അവയർനെസ്, അല്ലെങ്കിൽ ഒരു പ്രെയർ, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഫങ്ഷനലി സിമിലർ ടു 1111 പോർട്ടൽ പോലെ ഹിന്ദുയിസത്തിൽ ഇത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം. ഇനി ഇസ്ലാമിക് കൾച്ചറിൽ 5 times a day
അത് ആങ്കറിങ് ആണ്. സ്പെസിഫിക് ടൈമിൽ ഈ അവയർനെസ് ആങ്കർ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അത് ഒരു മൈൻഡ്ഫുൾ ആയിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇരിക്കുന്ന അതിനകത്ത് നമ്മൾ ബോഡി കൂടി യൂസ് ചെയ്ത് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന നമ്മുടെ എനർജി, എല്ലാ എനർജി പോയിന്റ്സും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അലൈൻമെന്റിൽ വരുന്ന ഒരു പ്രോസസ്സാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതായത് മൈൻഡ് ഈ 5 നേരവും ആ ഇന്റൻഷനിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഡിസിപ്ലിനും റിമംബറൻസും ഉണ്ട്. റിമംബറൻസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ കണക്ഷൻ, ആ റിമംബറൻസ് ഉണ്ട്. ഒരു അലൈൻമെന്റ് അവിടെ നടക്കുന്നുണ്ട്. എ ടൈം ബേസ്ഡ് കോൺഷ്യസ് റീസെറ്റ് അവിടെ നടക്കുന്നുണ്ട്. കോൺഷ്യസ് റീസെറ്റ് ഇസ്ലാമിക് റിലിജിയനിൽ നടക്കുന്നുണ്ട്. ഇനി ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിയാലോ, അവിടെയും ഉണ്ട്. പ്രെയർ, മോർണിംഗ് പ്രെയർ ഉള്ള ചർച്ചുണ്ട്, ഈവനിങ് പ്രെയർ ഉണ്ട്, പള്ളികളിൽ മണി അടിക്കാറുണ്ട്. അവിടെ ആ ഒരു മൊമെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ ക്രിസ്ത്യൻസ് ആരെങ്കിലും ഉണ്ട്, പള്ളികളിൽ മണി അടിക്കുന്ന സമയത്ത് 1 സെക്കൻഡ് പോസ് എടുത്ത് ചിലരെങ്കിലും ഒരു പ്രെയർ ചെല്ലാറില്ലേ? മൈൻഡ് കൊണ്ടെങ്കിലും ഒന്ന് ചെയ്യാറുണ്ടോ? ഇവിടെ യെസ് ഉണ്ട്, കറക്റ്റ്. അപ്പൊ ആ പള്ളികളിലും ആ ഒരു ക്രിസ്ത്യാനിറ്റിയിലും അതുണ്ട്. ബെൽ റാങ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്നു. അവിടെയും ഒരു റിഫ്ലക്ഷൻ, സറണ്ടർ ആണ്. വെരി സിമിലർ ടു 11:11. റിച്വലൈസ്ഡ് അറ്റൻഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. ഒരു അറ്റൻഷൻ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഈ ബുദ്ധിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് ബെൽസ് ഉണ്ട് അവിടെ. ആക്ച്വലി ഈ മൊണാസ്റ്ററീസില് ബെല്ല് റാങ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററി നോക്കുകയാണെങ്കിൽ മോങ്സ് അവിടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ ബെല്ലടിക്കും. ആ ബെല്ല് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ ആ മൊണാസ്റ്ററിയിലൂടെ വാക്ക് ചെയ്യുന്ന മോങ്സ് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുകയാണെങ്കിലും അവരുടെ ഒരു പോസ് എടുക്കും, ഒരു ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും, പോസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവര് ബ്രീത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ആ പ്രസൻസ് ഓഫ് മൊമെന്റ് അവരൊന്ന് അവെയർ ആകും. സെയിം സൈക്കോളജിക്കൽ മെക്കാനിസം ആണ് 11:11 നടക്കുന്നത്. അത് തന്നെയാണ് അവിടെയും നടക്കുന്നത്. ന്യൂമറോളജി ആൻഡ് സിംബോളിസത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വെൻ ഇറ്റ് കംസ് ടു ന്യൂമറോളജി, നമ്പർ 11 എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഓഫ് ട്രാൻസിഷൻ ആണ്. നമ്പർ 11 അതായത് ഒരു ത്രഷോൾഡ് നമ്പർ ആണ്. ഇത് ഈ നമ്പറിനെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ത്രഷോൾഡ് നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ബിറ്റ്വീൻ ഒരു 1 to 10 എന്ന് പറയുന്ന ഓർഡർ, ദെൻ ഒരു 12 എന്ന് പറയുന്നത് 1 ഡസൻ കംപ്ലീഷന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു സാധനം, ത്രഷോൾഡ് നമ്പർ, സിമ്പിൾ ഓഫ് ട്രാൻസിഷൻ. 12ലേക്ക് മൂവ് ചെയ്യുന്ന 10 കഴിഞ്ഞിട്ടുള്ള 12 വേണമെങ്കിൽ നമുക്ക് 12, 13, 14 അങ്ങനെ പോവാം. അതിലേക്കുള്ള ഒരു സ്റ്റാർട്ട്, 10 എന്നൊരു ഫിനിഷ് കഴിഞ്ഞ് ഒരു ബിഗിനിങ്, ഒരു ട്രാൻസിഷൻ ആണ് നമ്പർ ഓഫ് ന്യൂമറോളജി പറയുന്നത്. ഇനി മോഡേൺ ഒറിജിൻ 11:11 എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ റിയൽ റൈസ് ഓഫ് 11:11 വന്നിരിക്കുന്നത് ലേറ്റ് 20th സെഞ്ചുറിയിലാണ്. ആക്ച്വലി ഒരു ന്യൂ ഏജ് മൂവ്മെന്റ് വരുമ്പോഴാണ് അത് വരുന്നത്. കാൾ ജങ്സിന്റെ കോൺസെപ്റ്റ് ഓഫ് സിങ്ക്രണോസിറ്റി, ഒരു അലൈൻമെന്റിലാണ് ഈ ഒരു സംഭവം വരുന്നത്. അതായത് ഹ്യൂമൻ പാറ്റേണും അവരുടെ ഒരു ഹ്യൂമന്റെ ഒരു സൈക്കോളജിയും റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ റെക്കഗ്നീഷൻ ആണ്. അതായത് റിപ്പീറ്റിംഗ് നമ്പേഴ്സ്, ആളുകൾ നോട്ടീസ് ചെയ്യുന്ന റിപ്പീറ്റിംഗ് നമ്പേഴ്സ്, അതിനൊരു അറ്റാച്ച്ഡ് മീനിങ്, അതൊരു അലൈൻമെന്റിന്റെ അറ്റാച്ച്ഡ് മീനിങ് അതിനകത്ത് കൊടുക്കുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ സ്റ്റോറീസ് വരുന്നു. കളക്റ്റീവ് ബിലീഫ് ഫോം ചെയ്യുന്നു. ഒരു കളക്റ്റീവ് ബിലീഫാണ്, കുറെ ആളുകളുടെ കളക്റ്റീവ് ബിലീഫാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ഇത് ആക്ച്വലി മോഡേൺ ഇറയില് ഒരു ന്യൂ സോഷ്യലി, അതുപോലെ ഒരു സ്ക്രിപ്ച്വലി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും സോഷ്യലി ഒരു സംഭവമായിട്ട് പതുക്കെ അത് ഗ്രോ ചെയ്ത് വന്നതാണ്. ബട്ട് ഇതിനകത്ത് സ്പിരിച്വൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എലിമെന്റ് ഉണ്ടോ? നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഈ മോഡേൺ നമുക്ക് ടൈമിൽ തന്നെ പറയണമെങ്കിൽ ഒരു ബാലൻസ്ഡ് ആൻസർ നമുക്ക് പറയാം. ഇങ്ങനെ നമുക്ക് പറയാം, അതായത് മോഡേൺ യുഗത്തിൽ ഇന്ന് നമ്മൾ താമസിക്കുന്നത് ഇതിനൊരു അവയർനെസ് സിമ്പിളായിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഡെപ്തിൽ പോകുമ്പോൾ സയന്റിഫിക്കലി ഇതിനായിട്ട് ഈ 11:11 എന്ന് പറയുന്ന നമ്പറിൽ നമുക്കൊരു പവർ ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇത് പവർ ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് കംസ് ഫ്രം അറ്റൻഷൻ, ബിലീഫ് ആൻഡ് പോസ്. ലൈഫിൽ നമ്മൾ ബിലീഫ് എവിടെയാണോ ഒന്ന് വിശ്വസിക്കുന്നത് നടക്കും. എവിടെയാണോ അറ്റൻഷൻ ചെയ്യുന്നത്, ഫോക്കസ് അറ്റൻഷൻ കൊടുക്കുന്നത്, അത് ഗ്രോ ചെയ്യും. എവിടെയാണോ പോസ് കൊടുക്കുന്ന അലൈൻമെന്റ് വരും. ഈ 3 കാര്യങ്ങളും നടക്കും. ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്.
എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ഈ മാനിഫെസ്റ്റേഷൻ ലെവൽ 11 കൂടി ഒരുമിച്ച് വരും? ഇത് ഓട്ടോ പൈലറ്റ് മോഡിലിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഒരു പോസാണ്. കാരണം നമ്മളിങ്ങനെ റുട്ടീൻ തോട്ട്സ് ആയിരിക്കും, 100 കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആ 100 കാര്യങ്ങളുടെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് 11 രാവിലെ നോക്കുമ്പോൾ 11 കണ്ടു. ഉടനെ നമ്മൾ നമ്മുടെ ഡ്രീമിനെ കുറിച്ച് ഓർക്കും, നമ്മുടെ ലക്കിനെ കുറിച്ച് ഓർക്കും, എനിക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നത് നമ്മൾ വിചാരിക്കും. ആ മൊമെന്റിൽ നമ്മുടെ ബിലീഫ് ചേഞ്ച് ചെയ്യും, ഇമോഷൻ ചേഞ്ച് ചെയ്യും, മൂഡ് ചേഞ്ച് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇന്നർ അലൈൻമെന്റ് പ്രോപ്പർ ആവും, നമുക്കൊരു സേഫ്റ്റി ഉണ്ടാകും, ന്യൂറോളജിക്കലി സേഫ് ആവും. ആ സമയത്ത് നമ്മൾ ആ ഒരു പോസിൽ ഓട്ടോ പൈലറ്റ് സിസ്റ്റം മാറുന്നു, നമ്മളൊരു പുതിയ വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ലക്ക്, ബിലീഫാണ് എല്ലാം എന്ന് നമ്മൾ പറയാറുണ്ട്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് നമ്മൾ പറയാറില്ലേ. 2, ക്രിയേറ്റ് സ്റ്റിൽനെസ്. നമ്മൾ എന്തിനാണ് കുറേ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി സ്റ്റിൽനെസ്, അതാണ് നമ്മുടെ ഗോൾ. മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് സൈലൻസിലിരിക്കുന്ന എന്തിനാണ്? സ്റ്റിൽനെസ്. ദാറ്റ് മീൻസ് അലൈൻമെന്റ്. മൈൻഡ്ഫുൾനെസ് എന്താണ്? സ്റ്റിൽനെസ്, അലൈൻമെന്റ്. ഒറ്റ സെക്കൻഡോടെ 11 കണ്ട ഉടനെ നമ്മൾ ഇതിലേക്ക് നമ്മൾ എത്തും. അറിയാതെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളായിട്ടൊരു ഇനിഷ്യേഷൻ എടുക്കും. ആ സ്റ്റിൽനെസ്സിലേക്ക് നമ്മൾ എത്തുന്നു. നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാല് നമുക്ക് ഹോപ്പ് ട്രിഗർ ചെയ്യും. ഈ ഒരു സംഭവം കണ്ട, എന്റെ ഭാഗ്യം, ഉടനെ നമ്മൾ ഉള്ളിലുള്ള എല്ലാ ഡ്രീംസും എടുത്തോണ്ട് വരും. അതുവരെ ട്രിഗർ ചെയ്യുന്ന എന്താണ്? ജലസ്, എൻവി, ആങ്കർ, അതുപോലെ തന്നെ ബ്ലെയിം, ഷെയിം. ഇതൊക്കെയാണ് എപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ കമ്പാരിസൺ. കുറച്ചു മുൻപ് റീല് കണ്ടതേ ഉള്ളു. ഇവർക്ക് എന്തോരം എങ്ങനെയായിരുന്നു ഇത്, എന്തോരം സക്സസ്ഫുൾ ലൈഫാണ്, ഞാൻ മാത്രം ഇങ്ങനെ വിക്ടിം എനർജി പോയി. ഉടനെ 11 കണ്ട് ഹോപ്പ് വന്നു, ഞാൻ രക്ഷപ്പെടും. ഉറപ്പായിട്ടും നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഹോപ്പിലേക്ക് പോയി. പെട്ടെന്ന് ഹോപ്പ് ട്രിഗർ ചെയ്തു. അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആക്ടിവേഷൻ ഇന്റൻഷൻ. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, 11 കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഇന്റൻഷൻ പെട്ടെന്ന് സെറ്റ് ചെയ്യണം, നമ്മളെ ഡ്രീമിലേക്ക് വേഗം വരണം. പെട്ടെന്ന് എന്റെ യൂണിവേഴ്സ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ 1 2 3 4 5 11 12 കഴിയുന്നതിന് മുമ്പ് ഒരു 5 കാര്യങ്ങൾ ഇന്റൻഷൻ നമ്മൾ അറിയാതെ സെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ പവർഫുൾ ഇന്റൻഷൻ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ, ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാതെ നമ്മൾ ഇന്റൻഷൻ അവിടെ സെറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഡ്രീമും വലിച്ചുകൊണ്ട് വരും. ദെൻ ഫീൽസ് കളക്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കൂടെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഈ 11 ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒത്തിരി ആളുകൾ ചെയ്യാണ്. ഈ ഒത്തിരി ആളുകൾ ഒരേ കാര്യം ചെയ്യുമ്പോൾ ഒരു കളക്റ്റീവ് എനർജി വരും. യൂണിവേഴ്സിറ്റി കളക്റ്റീവ് എനർജി ഭയങ്കര പവറാണ്, നമ്മൾ അറിയത്തില്ല. അതാണ് ഈ കുർബാന കൂടുമ്പോൾ, വലിയ മാസ് പ്രെയർ നടക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ മഴ പെയ്പ്പിച്ച് നമുക്ക് മാസ് പ്രെയറിൽ ആ കളക്റ്റീവ് എനർജി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത്രയും ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു കളക്റ്റീവ് എനർജി അവിടെ നടക്കും. ആ കളക്റ്റീവ് എനർജി ഡെഫിനറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ബിലീഫ് പ്ലസ് പോസ് ഈസ് ഈക്വൽ ടു ഇമോഷണൽ ഓപ്പൺനെസ്. നമ്മൾ പറഞ്ഞു ബിലീഫ് പ്ലസ് പോസ് ഈസ് ഈക്വൽ ടു ഇമോഷണൽ ഓപ്പൺനെസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വോർട്ടെക്സ് നമ്മളായി മാറണമെങ്കിൽ ക്ലാരിറ്റി വേണം, എലിവേറ്റഡ് ഇമോഷൻ വേണം, ഫ്രീക്വൻസി എലിവേഷൻ വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹയർ ഫ്രീക്വൻസി നിൽക്കണമെന്ന് നമ്മൾ എൻ്റെ സെഷനിൽ വരുന്നവർ കേട്ടിട്ടുണ്ടാവും, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇമോഷൻ ഓപ്പൺനെസ് വരിക എന്ന് പറയുന്നതാണ് ഫ്യൂവൽ ഓഫ് അവർ ലൈഫിൽ നമ്മുടെ ജീവിതത്തിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഗുഡ് ഇമോഷനാണ്, നല്ല ഇമോഷനാണ്. സോ ഇതാണ് യഥാർത്ഥ വർക്ക്. പക്ഷെ ഇതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഈ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഞാൻ ഷെയർ ചെയ്യണേ. നമുക്കറിയാം, ഒരാളൊരു പുതിയ കാറ് വാങ്ങി കേട്ടോ, ഒരു മനുഷ്യര് പുതിയ കാറ് വാങ്ങി. അപ്പം ഈ കാറ് വാങ്ങി ഇയാള് റോഡിൽ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അയാൾ പെട്ടെന്ന് കാണുന്നത്, ആ മൊമെന്റിലാണ് അയാൾ കാണുന്നത്. അപ്പൊ അതിനു മുൻപ് അയാൾ വലിയ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ഒരു കാറ് വാങ്ങി. ഇത് വാങ്ങിയ റോഡിലൂടെ ഓടിക്കും. ഫസ്റ്റ് ഡേ തന്നെ അയാൾ സെയിം കളറിലുള്ള, സെയിം മോഡലിലുള്ള, സെയിം ഡിസൈനിലുള്ള കുറേ കാറുകൾ കണ്ടു. പെട്ടെന്ന് ലോകം ചേഞ്ച് ആയതാണോ, അതോ അദ്ദേഹത്തിന്റെ അവയർനെസ് ചേഞ്ച് ആയതാണോ? അവയർനെസ്. ആ മനുഷ്യന്റെ അവയർനെസ് ചേഞ്ച് ആയതാണ്. ആ അവയർനെസ് ചേഞ്ച് ആയ കാരണം കാറുകൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു.
അതേ കാറുകൾ ഈ ലോകത്ത് അയാൾ പോകുന്ന റോഡിലൂടെ സ്ഥിരമായിട്ട് ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അറ്റൻഷൻ ചേഞ്ച് ആയപ്പോൾ, അതായത് അവയർനെസ് മാറി അറ്റൻഷൻ വന്നപ്പം അതെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ലൈഫ് വർക്ക് ചെയ്യുന്ന എക്സാക്ട്ലി ദ സെയിം വേ ആണ്. നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് നേരത്തെ ഇവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല. അത് അപ്പിയർ ആകണമെങ്കിൽ നമ്മൾ അവെയർ ആകണം. നമ്മൾ കാണാൻ റെഡി ആകണം. റെഡി ആയാൽ മാത്രമേ നമ്മുടെ മുന്നിൽ അത് വരുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു സക്സസ് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്നതല്ല ഞാൻ ഈ പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രെയിനിങ് അവർ അവയർനെസ്. അല്ലെങ്കിൽ എങ്ങനെ ലെവൽ പോർട്ടലിൽ നമ്മളിലേക്ക് എത്തുന്നു, ഇതെങ്ങനെയാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോക്കാം. ഇനി ഒരു ചെറിയ ഒരു പ്രാക്ടിക്കൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പോൾ നമുക്ക് യു വിൽ ഗെറ്റ് മോർ ഐഡിയ. ഓക്കെ, ഞാൻ ഈ പറയുന്ന 10 സെക്കൻഡ്സ് എടുത്ത് നിങ്ങൾ ഇരിക്കുന്ന ആ റൂമിൽ കാണുന്ന ബ്ലൂ കളറിലുള്ള എല്ലാം ഒന്ന് നോട്ടീസ് ചെയ്യുക. ബ്ലൂ നിറത്തിൽ നിങ്ങൾ കാണുന്ന ബ്ലൂ കളർ എല്ലാം ഒന്ന് നോട്ടീസ് ചെയ്യുക. നീല നിറത്തിലുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. നീല നിറത്തിലുള്ള കാര്യങ്ങളൊന്ന് 10 സെക്കൻഡ്. എല്ലാ നീല നിറവും മനസ്സിൽ കാണണേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറിനെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഇഷ്ടപ്പെട്ട ഒരു കളർ, ആനിമൽ, ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി. കളർ, ഫ്ലവർ, ആനിമൽ, പേഴ്സൺ. ദെൻ ക്ലോസ് യുവർ ഐസ്. കണ്ണടയ്ക്കും. ഓക്കെ, കണ്ണ് തുറക്കരുത് ഞാൻ പറയുന്നവര്. നമ്മൾ നേരത്തെ റൂമിൽ നോക്കിയില്ലേ, കുറെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. അവിടെ നിങ്ങൾ കണ്ടതിൽ ചുവന്ന നിറത്തിൽ റെഡ് കളറിൽ കണ്ട ഓബ്ജക്റ്റുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എത്ര റെഡ് കളർ ഓബ്ജക്ട്സ് നിങ്ങൾ അവിടെ കണ്ടു? റെഡ് കളർ എത്ര റെഡ് കളർ കണ്ടു? സ്ലോലി ഓപ്പൺ യുവർ ഐസ്. എത്ര റെഡ് കളർ കാണാൻ പറ്റി? ഒന്നും കാണാൻ പറ്റിയില്ല. ശ്രദ്ധിച്ചില്ല. ഞാനൊന്നും കണ്ടില്ല മാം. എന്റെ മുന്നിൽ ഞാൻ തന്നെ പക്ഷെ റെഡ് റോസ് കളേഴ്സ് കണ്ടതുകൊണ്ട് ഉണ്ടായിരുന്നു, എന്നിട്ടും അത് കണ്ടില്ല. ഞാൻ പൂവ് റോസ് ആയതുകൊണ്ട് അത് കണ്ടു, അത്രേ ഉള്ളൂ. എനിക്ക് റോസ് ഉണ്ടായിരുന്നു. റോസ് അല്ല, റെഡ് ഉണ്ട് മാം. പക്ഷെ അത് ഉണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞു. ഇപ്പൊ കണ്ടില്ല. ഓബ്ജക്റ്റ് ഓൾവേസ് ദേർ. അത് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ബട്ട് നമ്മുടെ അതെ. എന്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മൈനസിൽ കൊടുത്തൊരു ട്രെയിനിങ് എന്ന് പറയുന്നത് കാണാനുള്ള അവയർനെസ് ആണ് നമ്മൾ. സോറി, ബ്ലൂ കാണാനുള്ള അവയർനെസ് ആണ് നമ്മൾ തന്നത്. നീല കാണാനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നീല മാത്രം. ആ അവയർനെസ്സിൽ നമ്മുടെ മൈൻഡിന് കൊടുത്ത, ബ്രെയിനിന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്ന ബ്ലൂ നോക്കുക. അതുകൊണ്ട് നമ്മൾ റെഡ് കണ്ടില്ല. റെഡ് അവിടെ ഉണ്ടായിരുന്നു. എവിടെയാണോ നമ്മുടെ അവയർനെസ് പോകുന്നത് അതാണ് നമുക്ക് കാണാൻ പറ്റുക. സോ മാനിഫെസ്റ്റേഷൻ വർക്ക് ദ സെയിം വേ. 11 മാനിഫെസ്റ്റേഷൻ വളരെ ക്ലോസ് ആണ്. അത് എത്രത്തോളം ക്ലോസ് ആണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. മാനിഫെസ്റ്റേഷൻ ഇതേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ലൈഫ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു അവർ ഡിസയർ. ലൈഫ് റെസ്പോണ്ട് ടു ഫോക്കസ്. നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേ ലൈഫ് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. എന്തിനാണോ കൺസിസ്റ്റന്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അത് എന്താണോ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്, എന്തിനാണോ അതിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. അത് മാത്രമേ നമ്മളിലേക്ക് വരികയുള്ളൂ. സോ ഹിയർ നമ്മൾ എന്താണ് റിയൽ പോർട്ടലും മാനിഫെസ്റ്റേഷനും എന്ന് അറിയാൻ മുന്നോട്ട് പോവുകയാണ്. ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് അവയർനെസ്. 11 ഈസ് നോട്ട് മാജിക്. ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് അവയർനെസ്. ഒരു അവയർനെസ് മൊമെന്റ് ആണ്. It's a moment of alignment. It's not a magic. It's a moment of alignment. It's a moment of awareness. നമുക്കറിയാം, നമുക്ക് അവയർനെസ്, ക്ലാരിറ്റി, ഈ അലൈൻമെന്റ്, അതായത് തോട്ട്, ഇമോഷൻ, ആക്ഷൻ, ഇതിന് മൂന്നിലും അവയർനെസ്, ക്ലാരിറ്റി, അലൈൻമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും. അവയർനെസ്, ക്ലാരിറ്റി, അലൈൻമെന്റ്. അലൈൻമെന്റ് ബിറ്റ്വീൻ തോട്ട്സ്, ഇമോഷൻ ആൻഡ് ആക്ഷൻ. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമുള്ള ഒരു അലൈൻമെന്റ്. നമുക്ക് എന്താണോ വേണ്ടതെന്നുള്ളതിന്റെ ക്ലാരിറ്റി, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, അതിലേക്ക് നമ്മൾ മനസ്സ് കൊടുക്കുന്ന ഒരു അവയർനെസ്. ഇത് മൂന്നും ചേർന്ന് വരുന്ന ഒരു സംഭവം.
ഇത് ആക്ച്വലി ഇതൊരു ഈ ഒരു 11-11 അതിലേക്ക് നയിക്കുന്ന ഒരു അലൈൻമെന്റ് ആണ്. ഒരു അലൈൻമെന്റിലേക്ക് നയിക്കുന്ന ഒരു ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവയർനെസ് മൂവ്മെന്റ് ആണ്. എ മൊമെന്റ് ഓഫ് അവയർനെസ്. അവിടെ ഒരു ഇന്നർ അലൈൻമെന്റ്, നമ്മൾ ഫോഴ്സ് കൊടുക്കാതെ ഒരു ഇന്നർ അലൈൻമെന്റ് നടക്കുന്നു. ഫോഴ്സ് നമ്മൾ ആ സമയത്ത് നമ്മളെ 11-11 കാണുന്ന സമയത്ത് ഒരു പോസ് എടുക്കുന്നു. നമ്മൾ അറിയാതെ നമ്മുടെ തോട്ട്സ് നോട്ടീസ് ചെയ്യുന്നു, ഇമോഷൻസ് നമ്മൾ അറിയാതെ എലിവേറ്റ് ചെയ്യുന്നു. നമ്മൾ അടുത്ത ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീമിലേക്ക് പോകലായിരിക്കും, അല്ലെങ്കിൽ ഇന്റൻഷൻ സെറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രീമിനൊന്ന് ഓർഡർ ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ബോധമനസ്സിനെ നമ്മൾ സെൽഫായിട്ട് ഓർമ്മപ്പെടുന്നു, അത് ബോധമനസ്സിലേക്ക് എത്തുകയായിരിക്കും. സോ ബി പ്രസന്റ്, സംതിങ് ഈസ് അലൈനിങ്, സംതിങ് ഈസ് കംസ് ടു ഇൻ യുവർ വേ എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ അറിയാതെ നമ്മൾ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ് അല്ലേ? വളരെ സുന്ദരമായൊരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ആലോചിച്ചു, ഒരു ഒരു സിറ്റുവേഷൻ, നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ജോബ് അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും ഒരു ക്വിറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫോൺ എടുക്കുമ്പോൾ 11-11 കണ്ടു. ആ മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ആക്ച്വലി നമ്മുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളില് നമ്മളൊന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ ചിന്തിച്ചതാണോ അതാണ് റൈറ്റ്, നമ്മളങ്ങ് വിശ്വസിക്കും, ഡിസിഷൻ അവിടെ എടുക്കും. അവിടെ നമ്മൾ അറിയാതെ ഫിയറിന് പകരം നമ്മൾ കാം ആകുകയാണ് ചെയ്യുന്നത്, നമ്മൾ പീസ്ഫുൾ ആകുകയാണ് ചെയ്യുന്നത്, ക്വയറ്റ് ആകുകയാണ് ചെയ്യുന്നത്, കൂൾ ആകുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് കുറച്ച് കൂടുതൽ 1 സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. സോറി. സോ ആ മൊമെന്റിൽ നമ്മൾ കാമാകുന്നു, നമുക്ക് ക്ലാരിറ്റി വരുന്നു, റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു, ലോജിക്കലി നമ്മൾ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു. ഇന്റർണലി കുറേ കാര്യങ്ങൾ ആ ഒരു സഡൻ മൊമെന്റ് കൊണ്ട് സംഭവിക്കും. കാരണം നമ്മൾ ഇമോഷണലി നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ വളരെ റീഅലൈൻമെന്റ് എന്ന് വെച്ചാൽ ഇന്റർണലി വളരെ പെട്ടെന്ന് നടക്കുന്നുള്ളതാണ്. 11-11 റിമൈൻസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ അവയർനെസ് ക്രിയേറ്റ് അലൈൻമെന്റ് ക്രിയേറ്റ് ഡയറക്ഷൻ. ഈ അവയർനെസ് നമ്മൾ അലൈൻമെന്റിലേക്ക് കൊണ്ടുപോകും, അലൈൻമെന്റ് നമുക്ക് പ്രോപ്പർ ഡയറക്ഷൻ തരും. സോ ആ ഒരൊറ്റ കാര്യം തന്നെയാണ് സഡൻ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. 2, സൈക്കോളജി ബേസ്ഡ് പറയുകയാണെങ്കിൽ ഈ 11-11 പോർട്ടൽ എന്ന് പറയുന്നത്, അഗൈൻ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ യൂണിവേഴ്സ് ഗിവിംഗ് ടു യു സംതിങ്, ഇറ്റ്സ് അബൌട്ട് യു നോട്ടീസിങ് യുവർ സെൽഫ്. സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ഞാൻ പ്രാക്ടിക്കലി ആൻഡ് സൈക്കോളജിക്കലി ആണ് ഈ ഒരു കാര്യം പറയുന്നത്. നമ്മളെ നോട്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു മൊമെന്റ് ആണ് 11-11. ഇത് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഈസ് ഓൾവേസ് ഫിൽട്ടറിങ് റിയാലിറ്റി. നമ്മുടെ പെർസെപ്ഷൻ ഫിൽട്ടറിലൂടെ ആണ് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ ബിലീഫ്സ്, നമ്മളുടെ അൺകോൺഷ്യസ് പ്രയോറിറ്റി, ഇതെല്ലാം ചേർന്നാണ് പെർസെപ്ഷൻ ഫിൽട്ടർ. ആ ഫിൽട്ടറിലൂടെ ആ റിയാലിറ്റി നമ്മൾ ഉള്ളിലേക്ക് ബ്രെയിൻ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ലൈഫ് എന്ന് പറയുന്ന ഓട്ടോ പൈലറ്റ് മോഡിൽ തന്നെയാണ്. 99% ആൾക്കാരും സർവൈവൽ മോഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 1% മാത്രമാണ് അതിന്റെ മുകളിലേക്ക് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്നും ഒരു പോസ് ബട്ടൺ ആണ് 11-11 സൈക്കോളജിക്കലി. ജസ്റ്റ് ആക്ട് ആസ് എ പോസ് ബട്ടൺ. അവിടെ വെക്കുകയാണ്. ആ പോസിൽ ഇന്റൻഷൻ ബിക്കം പവർഫുൾ. നമ്മൾ എടുക്കുന്ന അവിടെ നമ്മുടെ അവയർനെസ് നമ്മുടെ ചോയ്സ് ആണ്. ചോയ്സ് നമ്മളെ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. അതായത് നമ്മൾ ആ ഒരു പോസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആരും ഫോഴ്സ് 11-11 കണ്ടു നിങ്ങൾ അത് ചെയ്തോണം ഇത് നമ്മളോട് ആരും പറയണ്ട. നമ്മളുടെ ചോയ്സ് ആണ്. ചോയ്സ് നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ തരും, ഡയറക്ഷൻ റിസൾട്ട് തരും. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ സൈക്കോളജിക്കലി നമ്മൾ പറയണമെങ്കിൽ ഇതാണ് നമ്മളിലേക്ക് നടക്കുന്നത്. അതായത് ഒന്നുകൂടി പറയാം, നമ്മള് ഒരു ദിവസം തന്നെ മില്യൺസ് ഓഫ് ഇൻപുട്സ് ആണ് ഓരോ സെക്കൻഡും ബ്രെയിൻ ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ, അതായത് നമുക്ക് നമ്മൾ പറയില്ലേ സെലക്റ്റീവ് അറ്റൻഷനും
ഇത് അല്ലെങ്കിൽ പാറ്റേൺ റെക്കഗ്നേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ബ്രെയിൻ ഈ മില്യൺസ് ഓഫ് ഇൻപുട്സ് ഒരു സെക്കൻഡിൽ 5 സെൻസിലൂടെ കടന്നു വരുന്ന കാര്യങ്ങളെല്ലാം പ്രോസസ് ചെയ്യണം. അവിടെ ഇവിടെ പറയുന്ന 1111 എന്ന് പറയുന്ന ഈ നമ്പർ നമ്മൾ ഒരു നമ്മൾ എന്തോ നമ്മുടെ ഏത് രീതിയിലുള്ള നമുക്ക് ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങളുടെ ചോയ്സ് ആണ്. അത് എങ്ങനെ ലാസ്റ്റ് നിങ്ങൾക്ക് പറയാം, ഏത് സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്നത് ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു മീനിങ് ഉണ്ട്. ആ വിശ്വസിക്കുന്ന മീനിങ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മീനിങ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസം, ഇത് ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റാർട്ട് ടു നോട്ടീസ് ഇറ്റ് മോർ. നമുക്കതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഇൻഫർമേഷൻ്റെ ഇടയിൽ 1111 നമ്മൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് ബ്രെയിന് കൊടുക്കുന്നത്, അതായത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും മില്യൺസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ എ സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 5 സെൻസിലൂടെ എടുക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ അതിൽ നമ്മൾ കുറേ ഘടകങ്ങൾ കൊടുക്കുന്നു. ഭാഗ്യം എന്ന് പറയുന്നു, ദൈവം എനിക്ക് കാണിച്ചു തരുന്നതെന്ന് പറയുന്നു, ഒരു ഡിവൈൻ നമ്പർ ആണെന്ന് പറയുന്നു. ഈ ഒരു കാരണം കൊണ്ട് ബ്രെയിൻ അത് നോട്ടീസ് ചെയ്യും. ഇതിനെയാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഇത് ഒരുപാട് അപ്പിയർ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് അപ്പിയറിങ് മോർ, അങ്ങനെ നമ്മൾ ധരിക്കേണ്ട. നമ്മൾ നോട്ടീസ് ചെയ്യാണ്, നമ്മൾ കൂടുതൽ അത് നോട്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ഈ നോട്ടീസിങ് ഇറ്റ് സെൽഫ് ബ്രേക്ക് ഓട്ടോ പൈലറ്റ്. നമുക്ക് എന്തായാലും അറിയാം, ഈ ഓട്ടോ പൈലറ്റ് ഇന്ററപ്ഷൻ ഉണ്ടാകണമെങ്കിൽ, ഓട്ടോ പൈലറ്റ് സിസ്റ്റം ബ്രേക്ക് ചെയ്യണമെങ്കിൽ ലൈഫ് ചേഞ്ച് ആവും. ലൈഫിൽ ട്രാൻസിഷൻ ഉണ്ടാകണമെങ്കിൽ ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്നും നമ്മൾ മാറി ഗ്രോത്ത് മോഡിലേക്ക് അടുത്ത മോഡിലേക്ക് വേണം. നമ്മൾ 10 വർഷം മുമ്പ് ചെയ്ത കാര്യം ഇന്നും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിൽ തന്നെയാണ്. ഇനിയും നാളെയും ഇത് തന്നെ ചെയ്താൽ വേറെ റിസൾട്ടും ഇല്ല, 10 വർഷത്തെ റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. രണ്ടാമത് ഇവിടെ സംഭവിക്കുന്ന ഓട്ടോ പൈലറ്റ് ഇന്ററപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിൽ നിന്നും നമ്മൾ അറിയാം. ഹ്യൂമൻസ് കുറച്ചുകൂടി ക്ലാരിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ലൈഫാണ് മെജോറിറ്റി ആളുകൾ ലീവ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അൺകോൺഷ്യസ്ലി നമുക്ക് കുറേ പാറ്റേൺ ഉണ്ട്, ആ പാറ്റേണിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് കാർട്ടോളയുടെ പവർ ഓഫ് നൗ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു സംഭവത്തില് കറക്റ്റ്. നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക, സോ യു വിൽ ഗെറ്റ് മോർ ഐഡിയ. ദെൻ വേക്കിംഗ് അപ്പ് എന്ന് പറയുന്ന സാം ഹാരിസിന്റെ വേറൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ എടുത്തിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ആദ്യത്തെ ബുക്ക് ഏതായിരുന്നു മാം പറഞ്ഞത്? പവർ ഓഫ് നൗ, എക്കാർട്ടോളയുടെ പവർ ഓഫ് നൗ എന്ന് പറയുന്ന പുസ്തകം. വെരി ഗുഡ് ബുക്ക്, വളരെ നല്ല പുസ്തകം. ബുക്സിന്റെ പേരൊന്ന് പറയോ? രണ്ടാമത് പറഞ്ഞത് രണ്ടാമത്തത് വേക്കിംഗ് അപ്പ്, സാം ഹാരിസിന്റെ വേക്കിംഗ്. അത് ന്യൂറോ സയൻസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ തരുന്ന ഒരു പുസ്തകമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റിലാണ്, ഇമോഷണൽ മെമ്മറിയിലാണ്, സർവൈവൽ പാറ്റേണിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. കാരണം നമ്മൾ കുറേ അധികം ചെയിൻ ഓഫ് ഹാബിറ്റ്സ് ആണ്. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ എഴുന്നേറ്റ് ചിലപ്പോൾ നമ്മൾ ബെഡ് മേക്കിംഗ് ചെയ്യും, ബെഡ് മടക്കി വെക്കും. ആ ഒരു ഹാബിറ്റ് ഉള്ളവര്, മൊബൈൽ എടുത്ത് നോക്കാത്തവർ മൊബൈൽ നോക്കാറില്ല. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ അവർ അടുത്ത ചെയ്യുന്നത് ഒരു ബെഡ് മേക്കിങ്ങിന് മുമ്പേ സൈലൻസിൽ ഇരിക്കുന്നവരുണ്ടാകാം, 1 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നവരുണ്ടാകാം. ഇതെല്ലാം ഹാബിറ്റാണ്. 1 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, ദെൻ നമ്മൾ എഴുന്നേൽക്കുന്നു, ചിലപ്പോൾ ഒരു 3 മിനിറ്റ്സ് സൈലൻസ് ഇരിക്കുന്നു, എന്നിട്ട് ബെഡ് കറക്റ്റ് ചെയ്യുന്നു. ദെൻ ചിലപ്പോൾ നമ്മൾ വാഷ്റൂമിൽ പോകുന്നു, ബ്രഷ് എടുക്കുന്നു, പേസ്റ്റ് എടുക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, നമ്മൾ ഫ്രഷ് ആവുന്നു. ദെൻ പ്രെയർ ഉള്ളവർ പ്രെയറിലേക്ക് പോകുന്നു. ദെൻ അടുത്ത മെഡിറ്റേഷൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നവരോ, എങ്ങനെയാണ് ഇതെല്ലാം ഹാബിറ്റാണ്. ഒരു ഹാബിറ്റ് അടുത്ത ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്ത് ലൂപ്പാണ്, ലൂപ്സ് ഓഫ് ഹാബിറ്റ്സ്. കുറേ ലൂപ്പുകൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഇമോഷണൽ മെമ്മറി ഉണ്ട്, ഹാബിറ്റ്സ് ഉണ്ട്, ഇമോഷണൽ മെമ്മറി ഉണ്ട്, സർവൈവൽ പാറ്റേൺ ഉണ്ട്. ഓൾവേസ് നമ്മളുടെ ഡിഫോൾട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ സർവൈവലാണ്. ഡിഫോൾട്ട് മോഡ് എന്ന് പറഞ്ഞാൽ സർവൈവൽ മോഡാണ്. ആ മോഡിലാണ് നമ്മൾ എപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് താഴെ നമ്മൾ ഹയർ ലെവൽ ഇമോഷൻ ക്യാരി ചെയ്യാൻ പറ്റാത്തത്. സർവൈവൽ പാറ്റേണിലേക്ക് നമ്മുടെ റെപ്റ്റിലിയൻ ബ്രെയിൻ നമ്മളെ വലിച്ചുകൊണ്ട് വരും. അപ്പോൾ ഈ ഡിഫോൾട്ട് മോഡ് എന്ന് പറയുന്നത് പലപ്പോഴും ചില നമുക്കറിയാം, മൈൻഡ് എന്നൊരു വാണ്ടറിങ് സ്റ്റേറ്റിൽ ചിലപ്പോൾ പോയേക്കാം. ഡിഫോൾട്ട് മോഡിൽ അത് അങ്ങനെ സംഭവിക്കാം. വെറുതെ ഇരിക്കുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ട് നമ്മളിപ്പോൾ ആക്ഷൻസ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹാബിറ്റ്സിൽ പോകുമ്പോഴും മൈൻഡ് വേറെ ലോകത്തായിരിക്കും. ഇവിടെ ഒരു ലേൺഡ് ഇന്ററപ്റ്റ് 1111 നമുക്ക് തരും, ജസ്റ്റ് ലൈക്ക് എ മൈൻഡ്ഫുൾ ബെൽ.
അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ ഡിഫോൾട്ട് ഈ മൈൻഡ് വാണ്ടറിങ് ആകുന്നത് എവിടെയാണോ പോയിട്ട് തിരിച്ചു വരും, എന്ത് ഹാബിറ്റിലാണോ നമ്മൾ പോസ് ചെയ്യും, ഏത് ഇമോഷണൽ മെമ്മറിയിലാണോ അവിടെ പോസ് ചെയ്യുന്നു, ആ മൈൻഡ്ഫുൾ ബെല്ല് പോലെ 1111 വർക്ക് ചെയ്യും. ഒരു അലാം പോലെ 1111 വർക്ക് ചെയ്യും. ഒരു ബ്രീത്ത് റിമൈൻഡർ പോലെ നമുക്ക് വർക്ക് ചെയ്യും. അതാണ് ബ്രെയിനിന് ഇത് കൊടുക്കുന്ന ഒരു സംഭവം. അത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അവിടെ ആക്ടിവേറ്റ് ചെയ്യും. അവയർനെസ് ഷിഫ്റ്റ് ബ്രെയിൻ കൺട്രോൾ. ഈ ഒരു ജസ്റ്റ് അവെയർ ആവുന്ന സമയത്ത് നമ്മളെ ബ്രെയിനെ കൺട്രോൾ ചെയ്യും. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് തിങ്കിങ് ബ്രെയിൻ, തിങ്കിങ് ഞാനിപ്പോൾ എന്താണ് ചിന്തിച്ചത് ആ തിങ്കിങ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഈ നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഒരു പ്രഷറും ഇല്ലാതെ ഫോക്കസ് കൊടുക്കുന്നു. മൈൻഡ്ഫുൾ ബ്രെയിൻ എന്ന് പറയുന്നൊരു ബുക്കുണ്ട് ഡാനിയൽ സെഗലിന്റെ. ആ പുസ്തകവും നല്ല തന്നെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ബുക്കിന്റെ പേരൊന്നും കൂടെ പറയോ? മൈൻഡ്ഫുൾ ബ്രെയിൻ, ഡാനിയൽ ഓക്കെ, സെഗൽ. താങ്ക് യു. ദെൻ നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു ബുക്ക്, അതും നല്ലതാണ് കേട്ടോ. നോർമൽ ഡ്യൂക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി സൂപ്പർ ബുക്കാണത്. വെൻ യു പോസ് ആൻഡ് ഒബ്സർവ് യുവർ സെൽഫ്, നമ്മൾ ആ മൊമെന്റിൽ പോസ് ചെയ്യുന്നു, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, ഇമോഷണൽ ബ്രെയിൻ അമിഗ്ദല കാം ആവുന്നു. അതുവരെ മനസ്സിൽ നാളെ എന്ത് ചെയ്യും, മറ്റന്നാൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു 2 വീക്സ് കഴിഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്ത് ചെയ്യും, സ്ട്രെസ്, അമിഗ്ദല ഇങ്ങനെ സ്ട്രെസ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ മൊമെന്റിൽ അമിഗ്ദല കാം ആവും, റാഷണൽ ബ്രെയിൻ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റഡ് ആവും. ഈ എക്സാക്ട് മൊമെന്റിലാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചോയ്സ് നമ്മൾ അത് ചൂസ് ചെയ്യാണ്. നമ്മൾ അവെയർ ആവുന്നു, അവിടെ നമ്മൾ ആക്സസ്, നമ്മുടെ ചോയ്സിന് ഒരു ആക്സസ് കിട്ടുകയാണ്, ആക്സസ് ടു ചോയ്സ്. നമുക്ക് വേണ്ട കാമാകുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുന്നു, യൂണിവേഴ്സിനോട് പറയുന്നു, അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ്സിനോട് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനോട് പറയുന്നു. ഈ ഇന്റൻഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒൺലി ഇൻ അവയർനെസ്. അല്ല, നമ്മൾ അവയർനെസ് അല്ലാത്ത ഒരു അവസരത്തിൽ ഇന്റൻഷൻ വർക്ക് ചെയ്യത്തില്ല. ഇന്റൻഷൻ ഡസ് നോട്ട് വർക്ക് അൺകോൺഷ്യസ് സ്റ്റേറ്റ്സ്. ഒരിക്കലും നമ്മൾക്കിപ്പോ സൈബർനെറ്റിക്സ് വായിച്ചു നോക്കിയാൽ അറിയാം, മാക്സ്വെൽ മാത്സിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യൂ. കഴിഞ്ഞ ദിവസം പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്, എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഇന്റൻഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാം, എനിക്ക് ഇന്റൻഷൻ സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. ഇന്റൻഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനുള്ള ഉത്തരം കൂടിയാണ്, നമുക്ക് അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ ഇന്റൻഷൻ സെറ്റ് ചെയ്താൽ അത് വർക്ക് ചെയ്യത്തില്ല. ടോട്ടൽ അവയർനെസ്സിലാണ് ഇന്റൻഷൻ സെറ്റ് ചെയ്യാനുള്ളത്. അവയർനെസ്സിലേക്ക് വരണം. മനസ്സിൽ നമ്മൾ നോർമലി നമ്മൾ ഇന്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യും. ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ റിലാക്സ് മോഡിലേക്ക് വന്നു, നിങ്ങളൊരു കാം ഇമോഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു, എന്നിട്ട് നമ്മൾ ഇന്റൻഷൻ കൊടുക്കും. പക്ഷെ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ക്വിക്കായിട്ട് നമ്മുടെ ചോയ്സ്, മറ്റത് നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. എവിടെ ചെറിയൊരു ഫോഴ്സ് അവിടെ നടക്കും, ചിലപ്പോൾ നമ്മൾ തന്നെ ഇന്റേണലി ഫോഴ്സ് ചെയ്യും. പക്ഷെ ഇത് വളരെ ക്വിക്കായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇന്റൻഷൻ ഫെയിൽ ആകുന്നത് തന്നെ പീപ്പിൾ ആർ അൺകോൺഷ്യസ് ആയതുകൊണ്ട്. ഒന്ന് ഇന്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ അൺകോൺഷ്യസ് ആണ്, അല്ലാത്ത സമയത്ത് നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിലാണ് കൂടുതൽ ലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്റൻഷൻ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവയർനെസ്സിൽ ലീവ് ചെയ്യണം. ഇതാണ് അവയർനെസ് നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ സ്റ്റേറ്റ് ഇന്റൻഷൻ വർക്ക്സ് വെൻ യു നോട്ടീസ് യുവർ സ്റ്റേറ്റ്. ഞാൻ ഏത് അവസ്ഥയിലാണ്, അല്ലെങ്കിൽ എൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ്, ഞാൻ കോൺഷ്യസ്ലി ചൂസ് ചെയ്തതാണ്. ഒരു പ്രോസസ്സ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പൊ ഇത് ആക്ച്വലി ഒരു കണ്ടീഷന്റെ റിമൈൻഡർ ആണ് 1111 എന്ന് പറയുന്നത്. ഒരു ന്യൂറോ ബിഹേവിയറൽ അല്ല, ഒരു കോസ്മിക് സംഭവങ്ങളൊന്നുമല്ല. ഇത് ആക്ച്വലി നമ്മൾ ഇതിനൊരു പോർട്ടൽ എന്ന് വിളിക്കുന്നു. സിംപ്ലി ആ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ പോയിന്റ് ഫ്രം അൺകോൺഷ്യസ് ടു കോൺഷ്യസ്നെസ്. അതാണ് ഈ പോർട്ടൽ എന്ന് പറയുന്നത്. പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ മീനിങ് തന്നെ ഒരു ട്രാൻസിഷൻ പോയിന്റ് ആണ്. അൺകോൺഷ്യസിൽ നിന്ന് കോൺഷ്യസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. വിക്ടർ ഫ്രാങ്കലിന്റെ മാൻ സെർച്ച് ഫോർ മീനിങ് നല്ല പുസ്തകമാണ് ഈ ഒരു കാര്യത്തിൽ. അതായത് ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് ദർ ഇസ് എ സ്പേസ് എന്ന് പറയുന്നത് ഫ്രാങ്ക്ലിന്റെ ഫേമസ് ലൈനാണത്. ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് ദർ ഇസ് എ സ്പേസ്. ഇൻ ദാറ്റ് സ്പേസ് ഈസ് അവർ പവർ ടു ചൂസ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് 1111 ഈസ് ദാറ്റ് സ്പേസ്. ആ ചോയ്സ് അവിടെയുണ്ട്. ഒരു സ്റ്റിമുലേക്കും റെസ്പോൺസിനും ഇടയ്ക്ക് ഒരു പോസ്, ഒരു സ്പേസ് നമുക്ക് കിട്ടും. അവിടെ നമ്മുടെ ഫ്രീഡം നമുക്ക് കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് ചോയ്സ്. ആ ചോയ്സ് നമുക്ക് കിട്ടുന്നതാണ്, ആ സ്പേസ് കിട്ടുന്നതാണ് 1111. ലാസ്റ്റ് പറഞ്ഞു ഒന്നുകൂടി പറയോ? ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദർ ഇസ് എ സ്പേസ്.
ഒരു സ്റ്റിമുലേ വരുന്നു, ആ സ്റ്റിമുലേക്ക് നമ്മളുടെ ഒരു റെസ്പോൺസ്, അതിനിടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ സബീർ സാറാണ് ആ ചോദ്യം ചോദിച്ചത്. സബീർ സാറ് എന്നോടത്ത് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്നു. അതെനിക്ക് ഒരു സ്റ്റിമുലേ എനിക്ക് ക്രിയേറ്റ് ചെയ്യും. ആർക്കാണ് ക്രിയേറ്റ് ചെയ്യും? അതിന് ഞാനൊരു റെസ്പോൺസ് കൊടുക്കും. ആ റെസ്പോൺസ് കൊടുക്കുന്ന സ്റ്റിമുലേക്കും എൻ്റെ റെസ്പോൺസിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മൾ അവെയർ ആയാൽ അത് നമ്മുടെ ചോയ്സാണ്. അവിടെ എനിക്ക് വേണമെങ്കിൽ തീരുമാനം എടുക്കാം. എനിക്ക് എങ്ങനെ മറുപടി പറയണം? തിരിച്ച് ഷൗട്ട് ചെയ്യണോ, കാമായിട്ട് പറയണോ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയേണ്ടത്, കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് സാറിനെ മനസ്സിലാക്കിയിട്ട് ഞാൻ സംസാരിക്കണോ? അത് എൻ്റെ മാത്രം എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചോയ്സാണ്. ആ ചോയ്സ് അത് എൻ്റെ ഒരു പവറാണ്. അവിടെയാണ് നമ്മളുടെ ഒരു റിയൽ കോൺഷ്യസ്നെസ് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് ആങ്കർ മാനേജ്മെന്റിന് യൂസ് ചെയ്യാമല്ലോ. യെസ്, ഓഫ് കോഴ്സ്. ആങ്കർ മാനേജ്മെന്റ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ മാം ഇതാണ് ഫ്ലൈറ്റ് വരുമല്ലോ, ഫ്രീസ്, സോറി, ഫ്ലൈറ്റ്, ഫൈറ്റ് ആൻഡ് ഫ്രീസ്, അതാണ്. അതെ, നമ്മൾ അഡ്രിനാലിൻ അല്ലെങ്കിൽ ഇത് കോർട്ടിസോളൊക്കെ, അതായത് സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഫ്ലൈറ്റ് ഫ്രീസ് വരും. അവിടെ നമുക്കൊരു സ്റ്റിമുലേ, ആ സ്റ്റിമുലയുടെ അടുത്തുള്ള റെസ്പോൺസിന് ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇമോഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ബ്യൂട്ടിഫുൾ സ്കിൽ. ആ സ്കില്ല്, ആ മാനേജ് ഓർ ഇമോഷനും നമ്മളെ ഡിസിഷൻ ടേക്കിങ്ങും ഒക്കെ എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റുന്ന സ്കില്ലാണ്. ഈ സ്കില്ല് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലാരിറ്റി കിട്ടും. ഇതാണ് സംഭവം. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്ത് ഇതൊരു വേ ആണ്. ഇത് കുറച്ച് കട്ടിയായി പോകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഇല്ല, മനസ്സിലാവുന്നു മാം. കുറച്ച് സ്പീഡ് ഉണ്ട് കേട്ടോ. ശരി, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് ഞാൻ ടൈം കൂടെ നോക്കിയിട്ട്. ശരി, ഞാൻ കേട്ടോ, ഞങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൈ അല്ല, ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടുമല്ലോ നമുക്ക്. അറ്റൻഡ് ചെയ്തവർക്ക് റെക്കോർഡിംഗ് കിട്ടും. അറ്റൻഡ് ചെയ്തവര്, റെക്കോർഡിംഗ് വേണ്ടവര് ലാസ്റ്റ് നമ്മൾക്കൊരു ലവിങ് സെൽഫി നമ്മൾ എടുക്കുമല്ലോ, ആ സമയത്ത് ക്യാമറയിൽ വന്നാൽ ക്യാമറയിൽ കാണുന്നവർക്കൊക്കെ കാരണം സക്സസ് ഡിമാൻഡ്സ് പ്രൈസ് അല്ലേ? അതെന്താന്നറിയാം മാം, നമ്മൾ കുറച്ച് സ്പീഡിൽ നമുക്ക് പോയിന്റ്സ് എല്ലാം കിട്ടണമല്ലോ പറയുമ്പോ എഴുതാന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിരിച്ചൊരു സ്മൈലി ഒക്കെ തരുന്നവർക്ക് എന്തായാലും ഞാൻ റെക്കോർഡിംഗ് തരും. ക്ലാസ് ഞങ്ങൾ ഫുള്ള് ചിരിച്ചോണ്ടായിരിക്കുന്ന മാം. വെരി ഗുഡ്, സോ നൈസ്. ഓക്കെ, അതുപോലെ തന്നെ ആക്ച്വലി നമ്മൾ ഈ സയന്റിഫിക് ബുക്സ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കോസ്മിക് ലെവൽ അതൊന്നും എവിടെയും ക്ലെയിം ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിലൊന്നും ലെവൽ 11 പറയുന്നില്ല കേട്ടോ. അവിടെ അറ്റൻഷൻ ആൻഡ് ഇന്ററപ്ഷൻ എങ്ങനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു അറ്റൻഷൻ നമ്മൾ ഓട്ടോ പൈലറ്റ് ഇന്ററപ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് പറയുന്നു. അതുപോലെ തന്നെ പാറ്റേൺ അങ്ങനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നു. ഇത് ഒരു പാറ്റേണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഡിസ്ട്രപ്റ്റ് ചെയ്യാനും ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഇതെന്ന് പറയുന്നില്ല, പക്ഷേ പാറ്റേൺ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത് സയന്റിഫിക് എവിഡൻസ് ഞാൻ കൊണ്ടുവരുമ്പോൾ അത് എടുക്കുന്നത്, ആ പുസ്തകത്തിൽ നിന്ന് എടുക്കുന്നത് 11 പറയുന്നു എന്നല്ല. പാറ്റേൺ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മൊമെന്റ് പോസ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് കൂടുതൽ നമ്മൾ സക്സസിലേക്കും മാനിഫെസ്റ്റേഷനിലേക്കും വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അത് കറക്റ്റ് ആണ്. അത് സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ നമുക്ക് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അവയർനെസ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാം, തോട്ട്സിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് അവിടെ നിന്ന് ആപ്റ്റിലേക്ക് പോകാൻ പറ്റും. അവയർനെസ് റെഗുലേഷൻ ചെയ്യാൻ പറ്റും. ആൻഡിൽ നിന്നും ആപ്റ്റിലേക്ക് പോകാൻ പറ്റും. ദെൻ സെൽഫ് ഇമേജ് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ഇമേജും നമ്മുടെ ഇന്റൻഷനും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയം ഞാൻ ആരാണ്, എന്താണ്, ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്താകണം, ഇപ്പൊ ഞാൻ ആരാണ്, ഞാൻ എന്നെ കുറിച്ച് എന്ത് ധരിക്കുന്നു, അവിടെ ഞാൻ ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്നു, ഇവിടെ നടക്കും. അത് നമുക്ക് ഈ ഒരു മൊമെന്റിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഒരു ക്യൂ കിട്ടിയാല് അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന ആ പുസ്തകം പറയുന്നതാണ്, ഒരു ക്യൂ ഉണ്ടെങ്കിൽ അതിൽ നമുക്കൊരു അവയർനെസ് ഉണ്ടാകും. അതിലൂടെ നമ്മളെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്യൂ, അവയർനെസ്, ബിഹേവിയർ ചേഞ്ച്, ഇതും അവിടെ നടക്കും. ദെൻ ചോയ്സ് എന്ന് പറയുന്നത് ഒരു ചോയ്സിന്റെ അവയർനെസ്. നമ്മൾക്കത് ചൂസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ അവയർനെസ്സിലാണ് ഓൾറെഡി. നമ്മൾ ചൂസ് ചെയ്യണം.
നമ്മൾ ഹാവ് ടു ചൂസ് ടു പഠിച്ചിട്ടുള്ളവർക്ക് ഇതറിയാം. നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ ബി ആർ ഇൻ അവയർനെസ്. ഇതാണ് ഇതിന്റെ ബാക്കിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യം. സോ നമ്മളിപ്പോൾ ന്യൂറോളജിക്കൽ ഫേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു മിസ്റ്റിക്കൽ സംഭവത്തിലല്ല ഞാനിപ്പോൾ പറയുന്നത്, ഒരു ന്യൂറോളജിക്കൽ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ആക്ടിവേറ്റ് ദ ബ്രെയിൻ. നമുക്ക് ഒരു പാറ്റേൺ, സെയിം പാറ്റേൺ നമ്മളൊരു പാറ്റേണിലാണ് പോകുന്നത്. അത് ഞാൻ അവെയർ ആകുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ, അവയർനെസ് ഉണ്ടെങ്കിൽ ആ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ബ്രെയിനിനെ കുറച്ചുകൂടി ആക്ടിവേറ്റ്, നെക്സ്റ്റ് മോഡിലേക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ്. സോ നമ്മുടെ അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യും, ബ്രെയിൻ ശ്രദ്ധിക്കും. കാരണം ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു സംഭവം ഇവിടെ നടക്കുകയാണ്. അപ്പം നമ്മുടെ അറ്റൻഷൻ കൂടും. ന്യൂറോളജിക്കലി ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 1111 പോലെയുള്ള അല്ലെങ്കിൽ ബെൽ റിങ് പോലെയുള്ള ഏതെങ്കിലും ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം നമ്മളിലേക്ക് ന്യൂറോളജിക്കലി സംഭവിക്കുന്നു. നമ്മുടെ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നു, അറ്റൻഷൻ കൂടുന്നു, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് റിസപ്റ്റീവ് മോഡിലേക്ക് അറിയാതെ എത്തും. നമ്മൾ ഗെറ്റ് റെഡി ടു റിസീവ്. 1111 കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ്, എന്തോ എനിക്ക് വരാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ 1111 കാണുമ്പോൾ. ഞാൻ പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ ഹാപ്പിനെസ് ആണ് എനിക്ക് വരുന്നത്, ഹോപ്പാണ് വരുന്നത്. ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ബിഹേവിയറുള്ള കാര്യങ്ങൾ ഞാൻ അത് നമുക്കൊരു എല്ലാത്തിനും ഒരു സയന്റിഫിക് അല്ലെങ്കിൽ ബിഹേവിയറുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലത് എന്നുള്ള ഒരു ഇന്റൻഷനിലാണ് ഞാൻ ഈ ഒരു സെഷൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പെട്ടുപോകരുത്. പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ലോജിക്കൽ അല്ലാതെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇത് എങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ അറിഞ്ഞ് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ ഇമോഷണൽ സ്റ്റേറ്റ് റിസപ്റ്റീവ് മോഡില് നമ്മൾ ഹയർ ഇമോഷനിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ആ മൊമെന്റിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവും. ആ മൊമെന്റിൽ, കാരണം നമ്മൾ ഈ 1111 കാണുമ്പോൾ നമ്മൾ അറിയാതെ, കാരണം ഇതെല്ലാം നടക്കുന്നതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവും. ദെൻ അതുകൊണ്ടാണ് ആളുകൾ ഹോപ്പ്ഫുൾ ഫീൽ ചെയ്യുന്നത്. അവരുടെ ഇന്റൻഷൻ ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ട് അവർക്ക് തോന്നുന്നത്, ക്ലാരിറ്റി പെട്ടെന്ന് കിട്ടുന്നത്. ഇതൊക്കെ സംഭവിക്കും. ഇതെല്ലാം കാരണം ന്യൂറോളജിക്കലി നമ്മളെ ബ്രെയിൻ ഈ വർക്ക് ഇമോഷൻ ലെവൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ആ മൊമെന്റലി സബ് കോൺഷ്യസ് ഓപ്പൺ ആകുന്നത് തന്നെ, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്റൻഷൻ അവിടെ സെറ്റ് ചെയ്യാമെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് റീച്ച് ചെയ്യും. ക്ലിയർ? യെസ്. അതെ, യെസ്. മാം, ഇങ്ങനെയാണെങ്കിൽ എല്ലാ റിപ്പീറ്റിംഗ് നമ്പറിലും സെയിം കാര്യം തന്നെയല്ലേ സംഭവിക്കുന്നത്? അതായത് നമ്മൾ 3 കണ്ടാലും 5 കണ്ടാലും എല്ലാം അത് വേറെ സംഭവമുണ്ട്. ചിലത് റിലേഷൻഷിപ്പിനാണ്, ചിലത് സ്ട്രെങ്തിനാണ്, ചിലത് യൂണിറ്റിയാണ്. ചില നമ്പർ പറയുന്നത് അങ്ങനെയാണ്. ചില നമ്പർ പറയുന്ന എല്ലാ നമ്പരും ഇത് അങ്ങനെ വിശ്വസിച്ച് ഇപ്പൊ 555 ഉണ്ട്, അത് വേറെയാണ്. അതിന് ഞാൻ വേറൊരു ദിവസം ഞാൻ ബാക്കിയുള്ള നമ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് സെഷൻ പറയാം. ചില സ്ട്രെങ്ത് ആണ് പറയുന്നത്, ഓക്കെ മാം. ചിലത് പവറാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്കിത് ആക്ച്വലി നമ്മളുടെ ഇതിനകത്ത് സംഭവിക്കുന്ന വെച്ചാൽ ഒരു ഇമോഷണൽ റിസപ്റ്റിവിറ്റി ഉണ്ടാക്കുന്നു. നമ്മൾ ഇത് ചെയ്യുന്ന ആൾക്കാർ 1111 ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് കാമാവും, ഹോപ്പ്ഫുൾ ആവും, ഓപ്പൺ ആവും. ഇതല്ലേ വേണ്ടത്? ഈ ഒരു പ്രിപ്പറേഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. മാനിഫെസ്റ്റേഷൻ നടക്കാനൊക്കെ ഇതാണല്ലോ വേണ്ടത്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് പോവാണെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എത്തുമല്ലോ. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡ് മൊമെന്റലി ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് ഈ സമയത്ത് ലെസ് ഡിഫെൻസീവ് ആണ്. അതായത് ഇപ്പൊ കൊടുക്കുന്ന തോട്ട്സ്, ആ 1111 കാണുന്ന ആ ടൈമിൽ കൊടുക്കുന്ന തോട്ട് മോർ അക്സെപ്റ്റബിൾ ആണ്. കാരണം നമ്മൾ കാമായിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് വളരെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആകും. ഇൻസൈറ്റ്സ് പെട്ടെന്ന് പുതിയ ഇൻസൈറ്റ്സ് നമുക്ക്, ഇന്റൻഷൻ സ്ട്രോങ് ആകുമ്പോൾ പുതിയ ഇൻസൈറ്റ്സ് വരും. നമുക്ക് പെട്ടെന്ന് ക്ലാരിറ്റി ഉണ്ടാകും, റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മാജിക് അല്ല, നമ്മുടെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് കുറയും. ആക്ച്വലി വി ആർ ക്രിയേറ്റേഴ്സ്, ക്രിയേറ്റേഴ്സ് അല്ല ക്രിയേറ്റേഴ്സ്. നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് കൂടുതൽ മീനിങ് ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണം
ഈ അവയർനെസ്, നമ്മുടെ അവയർനെസ് കൂടുകയാണ്. നമ്മൾ ആ ഒരു ബോധ്യത്തിലാണ്. അതുകൊണ്ടാണ് ഈ അവയർനെസ്സെ കുറിച്ചും കോൺഷ്യസ്നെസ്സെ കുറിച്ചും ഒക്കെ ആളുകൾ പറയുന്നത്. ഈ അവയർനെസ് നമ്മൾ കൂടുമ്പോൾ, നമ്മൾ ആ ചോയ്സ് നമ്മൾ എടുക്കുമ്പോൾ, നമ്മളുടെ അതായത് ലോജിക്കൽ ലെസ് റിയാക്റ്റീവ് ആണ്, സബ് കോൺഷ്യസ് മോർ അഡോപ്റ്റീവ് ആണ്. നമ്മൾ പറയുന്നത് സബ് കോൺഷ്യസിലേക്ക് വേഗം എത്തും. In fact, this level 11 is not a portal in the sky. It's a portal in your awareness. നമ്മുടെ അവയർനെസ്സിലാണുള്ളത്. ആ അവയർനെസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് മാനിഫെസ്റ്റേഷൻ ആണോന്ന് ചോദിച്ചാൽ ഇത് ഇൻസ്റ്റന്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആണോന്ന് ചോദിച്ചാൽ ഞാൻ അല്ലാന്നേ പറയും. ഒരു വിഷ് ഫുൾഫിൽ മൊമെന്റ് ആണോ? അല്ല എന്ന് പറയും. അതുപോലെ നമ്മളെ മാജിക് സംഭവിക്കുന്ന ഒരു മൊമെന്റ് ആണോ? അല്ല. ലക്കി പീപ്പിളിൽ മാത്രം കാണുന്ന ആണോ? അല്ല. ഇത് ആക്ച്വലി ഒരു ഇൻവിറ്റേഷൻ ആണ്, ഒരു പ്രോമിസ് അല്ല. ഒരു ഇൻവിറ്റേഷൻ. നമ്മൾ ആ അവയർനെസ്സിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. നമ്മൾ ആർക്കും നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ അവയർനെസ്സിലേക്ക് എത്തിയാൽ. നമ്മുടെ ഇന്റൻഷൻ റീസെറ്റ് ചെയ്യാൻ, നമ്മുടെ പ്രയോറിറ്റി റീഅലൈൻ ചെയ്യാൻ, നെഗറ്റീവ് ലൂപ്പിലെ ഇന്ററപ്റ്റ് ചെയ്യാൻ, ഐഡന്റിറ്റി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ പറയണം റീസെറ്റ് ഇന്റൻഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് വേണ്ട ഒരു ഇന്റൻഷൻ. കാരണം അത് ഓഫ് കോഴ്സ് അതൊരു പോസ്റ്റ് മൊമെന്റ് ആണ്. നമുക്ക് ലക്ക് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വരുന്നുണ്ടേ. അപ്പോൾ നമ്മൾ ഇന്റൻഷൻ റീസെറ്റ് ചെയ്യാൻ നല്ലതാണ്. പ്രയോറിറ്റി, ഞാൻ 5 കാര്യങ്ങളാണ് ആ ലെവൽ 11 സമയത്ത് നമ്മൾ പറയണം ഈ 5 തിങ്സ് ഷുഡ് ഹാപ്പൻ, അല്ലെങ്കിൽ ഐ ചൂസ് ടു ഹാപ്പൻ ദീസ് 5 തിങ്സ് ഇൻ ദിസ് വീക്ക്. നല്ലതാണ്. നെഗറ്റീവ് ലൂപ്പിൽ നിന്ന് നമ്മളെ പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ നമ്മളെ സഹായിക്കും. നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാം. അവിടെ നമ്മൾ ഏത് ഐഡന്റിറ്റിയിലേക്കാണ് ഞാൻ പോകുന്നത്, ഹൂ ഐ വോണ്ട് ടു ബിക്കം, അവിടെ കൊടുക്കാം. റീകണക്ട് വിത്ത് ഡയറക്ഷൻ. ഇതിവിടെ സംഭവിക്കും. ഇതിന് ബിഗിനേഴ്സിന് ഞാൻ ഇനി പറയാൻ പോകുന്നത് ലെവൽ 11. നിങ്ങൾ ഒരു പക്ഷേ ബിഗിനേഴ്സ് ആകണമെന്നില്ല, സീക്കേഴ്സ് ആയിരിക്കാം. ഇപ്പൊ പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. എല്ലാവർക്കും ഉള്ള ഉത്തരം എനിക്ക് എന്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറയണം. ഫോർ ബിഗിനേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രഷറും ഇല്ലാതെ ഇതിപ്പോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും എടുക്കാതെ നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാം. ഒരു കൺഫ്യൂഷനും വേണ്ട. ഇതൊരു ലക്കി നമ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോളായിട്ട് നിങ്ങൾക്ക് നോ പ്രോബ്ലം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരങ്ങനെ വിശ്വസിച്ചോട്ടെ. പക്ഷെ സംഭവിക്കുന്ന ഇതൊക്കെയാണ്. സീക്കേഴ്സ്, ഇതൊരു മീനിങ് മൊമെന്റ് ഫോർ അവയർനെസ് അലൈൻമെന്റ്. സീക്കേഴ്സ് അങ്ങനെ ചിന്തിക്കും. സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കായിട്ട് അവർക്ക് ഉപയോഗിക്കാം. ഒരു സബ് കോൺഷ്യസ് കണക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ക്രിയേഷൻ മൊമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് യൂസ് ചെയ്യാം. സ്കെപ്റ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ആക്ച്വലി ഇതിനകത്തൊരു സൈക്കോളജി അലൈൻഡ് ഉണ്ട്, പ്രാക്ടിക്കൽ ഏരിയ ഉണ്ട്, അവയർനെസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ എടുക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്, കണക്ട് ടു അവർ ബിലീഫ്. ഇതാണ് ഈ ബിലീഫാണല്ലോ എല്ലാം ബിലീഫാണ്. നമ്മളെ എക്സിസ്റ്റിംഗ് ബിലീഫിനെ റീഇൻഫോഴ്സ് ചെയ്യും ഈ 11 നമ്മളുടെ എക്സിസ്റ്റിംഗ് ബിലീഫിനെയാണ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. ഇതൊരു ബിലീഫ് ക്രിയേറ്റ് ചെയ്യത്തില്ല, എക്സിസ്റ്റിംഗ് ബിലീഫിനെ. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ ബിലീഫ് എന്ന് പറയുന്നത് ഒരു ഫിൽട്ടർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഫിൽട്ടറിലൂടെയാണ് നമുക്ക് നമ്മുടെ ബിലീഫിലൂടെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ എടുക്കുന്ന. ഈ ബിലീഫ് എന്ന് പറയുന്ന ഒരു ഫിൽട്ടറിലൂടെ കയറും. എക്സ്പീരിയൻസ് എന്ന വേറൊരു ഫിൽട്ടറിലൂടെ, ബിലീഫ് എന്ന ഫിൽട്ടറിലൂടെ, അൺകോൺഷ്യസ് പ്രയറിലൂടെയൊക്കെയാണ് അകത്ത് കാര്യങ്ങൾ കയറുന്നത്. അപ്പോൾ ചില വ്യക്തികൾക്ക് ഇപ്പം ഒരാൾ വിശ്വസിക്കുകയാണ് ഇത് ഭയങ്കര സംഭവമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്ക്, അതായത് ലെവലിൽ എന്ന് പറയുന്ന ഒരു അടിപൊളി സംഭവം ലക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇത് വളരെ സംഭവമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്ക് അത് വളരെ മീനിങ്ഫുൾ ആയിരിക്കും, ഹോപ്പ്ഫുൾ ആയിരിക്കും, വളരെ പവർഫുൾ ആയിരിക്കും. ഈ ലൈഫ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, ആ വിശ്വാസത്തിൽ നോക്കുകയാണെങ്കിൽ വെരി മച്ച് ഹോപ്പ്ഫുൾ ആണ്. ഇനി
ഒന്നും എനിക്ക് വർക്ക് ചെയ്യുന്നില്ല, ഇതൊന്നും എനിക്ക് ഈ പറയുന്നതിലൊന്നും കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഇഗ്നോർ ആയിരിക്കും. ഈ ബിലീഫാണ് ആദ്യം വരുന്നത്. ബിലീഫ് കം ഫസ്റ്റ്, ദെൻ മീനിങ് കം സെക്കൻഡ്. ഏത് കാര്യത്തിലും വിശ്വാസമാണ് വരുന്നത്. നമുക്ക് അറിയാം, ഈ കൺഫർമേഷൻ ബയാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതിനെ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ബ്രെയിൻ കൊണ്ടുതരും. നമുക്ക് ഒരാള്, നമ്മളിപ്പോ ഇങ്ങനെ വിചാരിക്കുകയാണ്, നമുക്കറിയുന്ന ഒരു നൈബറിനെ നമുക്കറിയാം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒരു കാര്യമില്ല, ചിലപ്പോൾ അയാളുടെ ഒരു ബിഹേവിയർ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, കുറച്ച് കാലം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇത് നമ്മളൊരു വിശ്വാസത്തിലെത്തും, ഈ ആളെ ഈ ടൈപ്പാണ്, ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ആ മനുഷ്യനെ കാണുമ്പോൾ അയാൾ ഏത് നല്ല കാര്യം ചെയ്താലും കൺഫർമേഷൻ ബയാസ്, എൻ്റെ മൈൻഡ് കണ്ടുപിടിച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതെല്ലാം ശരിയായിരുന്നു, ഞാൻ ഇതുവരെ വിശ്വസിക്കുന്ന എല്ലാം കറക്റ്റാണ്. നമ്മളെ വിശ്വസിക്കുന്നത് കറക്റ്റ് ആണെന്ന് കാണിക്കുക എന്ന് പറയുന്നത് മൈൻഡിന്റെ ഒരു ഡ്യൂട്ടിയാണ്. സീക്ക് എവിഡൻസ് എന്ന് പറയും. വിശ്വസിക്കുന്നത് നല്ലതാണെങ്കിൽ അതിനുള്ള എവിഡൻസ് മനസ്സ് കൊണ്ടുതരും, നമ്മുടെ മൈൻഡ് കൊണ്ടുതരും. അപ്പൊ ഈ നമ്മൾ എപ്പോഴാണോ അതുമായിട്ടുള്ള വിശ്വാസം നമ്മൾ ലെവൽ 1 കാണുന്ന സമയത്ത്, അത് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ നമുക്ക് കൊണ്ടുതരും. ബാക്കിയുള്ള റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സ് മറന്നുപോകും. അപ്പൊ വീണ്ടും അതിനെ റീഇൻഫോഴ്സ് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യും. ഇപ്പൊ എന്താണെങ്കിലും, ഒരു ഇവന്റ് ആണെങ്കിലും, ഒരു ദാറ്റ് മീൻസ് ഒരു റിച്വൽ ആണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ അത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യും. അപ്പൊ ബിലീഫ് പ്ലസ് ഇമോഷൻ ആണ് നമ്മളെ മെമ്മറി സ്ട്രോങ് ആകുന്നത്. ബിലീഫ് പ്ലസ് ഇമോഷൻ ഈസ് ഈക്വൽ ടു സ്ട്രോങ് മെമ്മറി. സോ നമ്മൾ എന്ത് വിശ്വസിച്ചു കൊണ്ടാണോ ഇത് കാണുന്നത്, ആ വിശ്വാസത്തെ റീഇൻഫോഴ്സ് ചെയ്യും. ലെവൽ 11 മാത്രമല്ല, എന്താണെങ്കിലും, ഏത് റിച്വൽ ആണെങ്കിലും. ഇത് നമ്മുടെ വിശ്വാസത്തെ ഒരു പോസ് വിൻഡോ ആക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ക്രിയേറ്റ് എ ബിലീഫ് പോസ് വിൻഡോ. അതായത് ഈ ആക്ച്വലി നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മുടെ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെയാണ്, ഇത് നല്ലതാണ്, ഇത് പവർഫുൾ ആണ്. അപ്പൊ അവിടെ ഈ ഒരു സാധനം കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യും. അവിടെ ഈ നേരത്തെയുള്ള ഈ 5 സെൻസിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന സാധനങ്ങൾ, നമ്മുടെ ലൂപ്പ്, ഓട്ടോ പൈലറ്റ് സിസ്റ്റം എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മുടെ അവയർനെസ് ആ മൊമെന്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ നേരത്തെയുള്ള വിശ്വാസം ഇതാണ്, ഇത് വന്നാൽ നടക്കും. ആ വിശ്വാസം ഭയങ്കരമായിട്ട് റീഇൻഫോഴ്സ് ചെയ്ത് വീണ്ടും ഇത് വന്നു, ഓഫ് കോഴ്സ് എനിക്ക് നടക്കും, ഞാൻ ഭയങ്കര ലക്കിയാണ്, യൂണിവേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, നടന്നിരിക്കും. അതാണ് നടക്കുന്നത്. ഈ ബിലീഫ് എന്ന് പറയുന്നത്, നമ്മള് അവയർനെസ് വരുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആകും, ഫോഴ്സ് എടുക്കത്തില്ല. നമ്മൾക്ക് വേണ്ടി അത് വർക്ക് ചെയ്യും. നല്ല ബിലീഫ് ആണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇതിനകത്തൊരു റെപ്പറ്റീഷൻ മോഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ റിപ്പീറ്റഡ്ലി 11 കാണുന്നു, നമ്മൾ ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്നു, നമുക്ക് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് അപ്പൊ ബ്രെയിൻ ഇങ്ങനെയാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഇന്റൻഷൻ കൊടുക്കുകയാണ്, അത് പോസ് ചെയ്തിട്ട് പറയാം ഗുഡ് തിങ്സ് കംസ് ടു മീ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്നിൽ വരുന്നു നമ്മൾ വിശ്വസിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കും. നമുക്കറിയാം, റിപ്പീറ്റ് ചെയ്ത് അബൌട്ട് സെൽഫ്, നമ്മളെ കുറിച്ചുള്ള റിപ്പീറ്റഡ് മെസ്സേജ് നമ്മൾ കൊടുക്കുകയാണ്, അതവിടെ വർക്കാവും. ബിലീഫ്സ് ഗിവ്സ് ലെവൽ 11 ഇറ്റ്സ് പവർ, നോട്ട് ദ അതർ വേ. ഒരു പവർ ഉണ്ട്. ബിലീഫ് അവിടെ ഒരു എഞ്ചിനായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ബിലീഫ് അവിടെ ഒരു എഞ്ചിൻ പോലെ വർക്ക് ചെയ്യും. സോ നമ്മളത് വിശ്വസിക്കുന്നവർക്ക് സൂപ്പർ ഡ്യൂപ്പർ സാധനം. ആ രീതിയിലേക്ക് നമ്മൾ അവയർനെസ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പൊ ചിലർക്ക് ഇനി ചോദ്യം ഉണ്ടായി, എന്തെങ്കിലും ഒരു സ്പിരിച്വൽ കണക്ഷൻ ലെവലിലേക്ക് ഉണ്ടാകുമോ എന്ന്. നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിളായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. നോട്ട് എ പവർ സോഴ്സ്, അത് കറക്റ്റ് അല്ല. സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു സിമ്പിൾ, ഇപ്പൊ 11 എന്ന് പറയുന്നത് ഒരു അവേക്കണിംഗ് ദ കോൺഷ്യസ്നെസ് എന്നുള്ള ഒരു നമ്പറുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ സ്പിരിച്വലി എടുക്കുമ്പോൾ ഒരു കോൺഷ്യസ്നെസ് അവേക്കൺ ചെയ്യുന്നതിന്റെ നമ്പറായിട്ട് 11 കാണുന്നുണ്ട്. അതായത് ഇറ്റ് റെപ്രസെന്റ്സ് അവയർനെസ്.
അപ്പൊ അതൊരു സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന കുഴപ്പമില്ല. ഈ അവേക്കണിങ് അല്ലെങ്കിൽ റിമംബറൻസ് ഒരു കാര്യം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ ഗ്രോ ചെയ്ത് വരാൻ, അല്ലെങ്കിൽ അതിനകത്തുള്ള നോളജ് അവയർനെസ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ ഉണ്ട്. അപ്പൊ സിമ്പിൾ എല്ലാത്തിലും നമുക്ക് ചില ആൾക്കാർക്ക് സിമ്പിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് സിമ്പിൾ എന്തിനാന്ന് ചോദിക്കുന്നത് അലൈൻമെന്റ് ബിറ്റ്വീൻ ഇന്നർ സെൽഫ് ആൻഡ് ഔട്ടർ ലൈഫ്. എൻ്റെ ഇന്നർ സെൽഫും ഔട്ടർ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു സിമ്പിൾ. നമ്മൾ കോൺഷ്യസ് ആണെന്നുള്ളതിന്റെ ഒരു റിമൈൻഡർ, ഒരു ത്രഷോൾഡ് മൊമെന്റ്, പാസ്റ്റും പ്രസൻസും തമ്മിലുള്ള ഒരു ത്രഷോൾഡ് മൊമെന്റ്, അതിനൊക്കെ 11 ബെസ്റ്റ് ആണ്, നമുക്ക് യൂസ് ചെയ്യാം. അവേക്കണിങ് അല്ലെങ്കിൽ റിമംബറൻസ് ഇതൊക്കെയാണ് ഒരു ആക്ച്വലി ഇത് ഈ ഒരു കോൺഷ്യസ്നെസ്സിന്റെ ഒരു ഗെയിമാണ് 11 എന്ന് പറയുന്നത്. അതാണ് സ്പിരിച്വാലിറ്റിയിൽ വരുന്നത്. ഇനി മാനിഫെസ്റ്റേഷനിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? എനിക്ക് സമയം തീർന്നു, അതും കൂടി പെട്ടെന്ന് പറഞ്ഞിട്ട് വൈൻഡപ്പില്ല. 3 കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ അത്യാവശ്യമാണ്. ഒന്ന്, മാനിഫെസ്റ്റേഷനിൽ അവയർനെസ് വേണം. എൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാൻ എനിക്കിപ്പോൾ സമയമില്ല. 2, മാനിഫെസ്റ്റേഷനിൽ ബിലീഫും പ്ലസ് മീനിങ് എന്നുള്ളൊരു എനർജി വേണം. അതായത് നമ്മുടെ എനർജി എലിവേഷൻ വേണം. അവിടെ ബിലീഫും മീനിങ്ങും വേണം. നമ്മൾ ആ കാര്യത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നു, അതിന് എന്ത് മീനിങ് ആണ് ഞാൻ കൊടുക്കുന്നത്, അതൊരു സ്പിരിച്വൽ ഫ്രെയിമിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മുടെ എനർജി ലെവൽ, അവയർനെസ്, 2 എനർജി, നമുക്ക് അങ്ങനെ പറയാം. 3, ഒരു പെർമിഷൻ മൊമെന്റ് വേണം മാനിഫെസ്റ്റേഷന്. പെർമിഷൻ ടു ഹോപ്പ്, പെർമിഷൻ ടു ഇന്റന്റ്, പെർമിഷൻ ടു ചൂസ് ഡിഫറെന്റ്ലി. ആക്ച്വലി ഈ 3ാമത്തെ കാര്യം ഇവിടെ നടക്കുന്നുണ്ടല്ലേ, പെർമിഷൻ മൊമെന്റ്. മറ്റേ 2 കറക്റ്റ് ആക്കിയാൽ വെരി വെരി ട്രൂ. ഇതൊരു ശരിക്കും നമ്മൾ പറയുന്നത് മെഡിറ്റേഷനിലൊക്കെ ഒരു ബെല്ലടിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു പ്രെയർ സാധനം ചെയ്യുന്ന പോലെ, പ്രെയർ ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് അവർ പോലെ ഒക്കെ മുന്നിൽ പോകണമെങ്കിൽ സിമ്പിളാക്കി യൂസ് ചെയ്യാം. ഈ മാനിഫെസ്റ്റേഷനിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. അത് ഇനി വേറൊരു ദിവസം നമുക്ക് പറയാനേ പറ്റുള്ളൂ. കാരണം ഇന്ന് നമുക്ക് 1 മിനിറ്റ് എക്സീഡ് ചെയ്തു പോയി. സോ മാം ലാസ്റ്റ് ഒന്നുകൂടെ പറയാം മാം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് വൺ മാനിഫെസ്റ്റേഷൻ തേർഡ് വൺ പറഞ്ഞത് മാം. തേർഡ് വൺ എന്ന് പറയുന്നത് പെർമിഷൻ മൊമെന്റ് വേണം മാനിഫെസ്റ്റേഷന്റെ. ഓക്കെ മാം, താങ്ക് യു. പെർമിഷൻ ടു ഹോപ്പ്, പെർമിഷൻ ടു ഇന്റന്റ്, പെർമിഷൻ ടു ചൂസ് ഡിഫറെന്റ്ലി, അതുണ്ടെങ്കിലാണ് മാനിഫെസ്റ്റേഷൻ ലിറ്ററലി വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ലെവലിന് വേണം നമുക്ക് എടുക്കാം. നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഒരു ഡിവൈൻ സൈൻ ആയിട്ട് കാണാം, ഒരു ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ വിൻഡോ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഒരു മെച്യൂരിറ്റി പേഴ്സൺ ആണെങ്കിൽ ഒരു കോൺഷ്യസ് റിമൈൻഡർ ആയിട്ട് കാണാം, ഒരു അഡ്വാൻസ്ഡ് പേഴ്സൺ ആണെങ്കിൽ അവയർനെസ് എനി ടൈം അത് കാണാം. ഓൾ സ്റ്റേജസ് ആർ വാലിഡ്. ഒന്നും തെറ്റല്ല, ഒന്നും റോങ് അല്ല. എല്ലാ സ്റ്റേജും ഒരു ഡിവൈൻ മാനിഫെസ്റ്റേഷൻ വിൻഡോ, കോൺഷ്യസ് റിമൈൻഡർ, അവയർനെസ് എനി ടൈം, ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കാണാം. ഇത് വാട്ട് യു എക്സ്പീരിയൻസ് ഈസ് ഡിവൈൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് എനിക്കിഷ്ടം. വാട്ട് യു എക്സ്പീരിയൻസ് ഈസ് ഡിവൈൻ, വാട്ട് യു എക്സ്പീരിയൻസ് ഈസ് ഡിവൈൻ. സോ എൻജോയ് യുവർ 1111 പോർട്ടൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനിങ് നിങ്ങൾ കൊടുക്കുക, ഇൻ ഡെപ്ത് പോവുക, കൂടുതൽ അവെയർ ആകുക, കോൺഷ്യസ് ആകുക. താങ്ക് യു. മാഡം, ചില ദിവസങ്ങളിൽ 1111 നമ്മൾ കോൺഷ്യസ് ആയിട്ട് ആ ടൈം നോക്കിയിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യും. പിറ്റേ ദിവസം കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോണിൽ നോക്കുമ്പോൾ ആ ടൈം നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. റെപ്പിറ്റേഷൻ അത് സബ് കോൺഷ്യസ് ആയിട്ട് കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് പിന്നെ അറിയാം. അതായത് നമ്മൾ പറഞ്ഞില്ലേ, കാറ് വാങ്ങിയ ഒരാളിന്റെ കാര്യം പറഞ്ഞില്ലേ, കാറ് അതിന് മുമ്പേ ആ കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവയർനെസ്സിലേക്ക് വന്നപ്പോൾ നമ്മൾ കൂടുതൽ കണ്ടു. നമ്മുടെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മളൊരു ആ മൊമെന്റ് ഒരു അവയർനെസ് നമ്മൾ യൂസ് ചെയ്തു. അവയർനെസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ അവർ ലൈഫ്. ഈ വലിയ ഈവൻ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, വെർജിന്റെ ഓണർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒരു മോങ്ക് ഹു ഈസ് ലിവ്ഡ് ഇൻ എൻലൈറ്റൻമെന്റ്, ആ ഒരു സ്റ്റേജിലേക്ക് മോങ്ക്, ഇവരെല്ലാരും യൂസ് ചെയ്യുന്ന അവയർനെസ് ആണ്. ആദ്യത്തെ ആള് ബിസിനസ്സിന് വേണ്ടിയിട്ട് അവയർനെസ്, ആ ഒരു ഇതിലേക്ക് അവയർനെസ് കൊടുക്കും. രണ്ടാമത്തെ ആള് എൻലൈറ്റൻമെന്റ്, ബ്ലിസ്സിന് വേണ്ടി അവയർ ആകും. അവയർനെസ് ഈസ് ദ കീ. പിന്നെ ഇത് ടൈം ബൗണ്ട് ആണോ? നമുക്ക് 1111 to 1112 വരെ 1 മിനിറ്റ് അല്ലേ ഉള്ളൂ. 1111 മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാവോ? എത്ര നേരം?
നമ്മൾ എടുക്കുന്ന ടൈം എത്ര നേരം അവയർനെസ്സിൽ ഇരിക്കാൻ പറ്റുമോ അതാണ്. ഓക്കെ. എത്ര നേരം നമുക്ക് അവയർനെസ് ഇത് ബാക്കിയുള്ളവർ പോകുന്നതിന് മുമ്പേ ആർക്കൊക്കെ റെക്കോർഡിംഗ് വേണം അവര് ക്യാമറ ഓൺ ചെയ്യുക. പ്ലീസ് ടേക്ക് എ സെൽഫി. ആരെങ്കിലും ഒരു സെൽഫി ഇനിഷ്യേഷൻ എടുക്കുക. അവർക്ക് ഞാൻ ഇതിന്റെ റെക്കോർഡിംഗ് തരുന്നതായിരിക്കും. എനിക്ക് വേണം പ്രൈസ്. വേണം. യെസ് മാം, എനിക്ക് വേണേ. മാം എനിക്ക് വേണം. എനിക്കും വേണം കേട്ടോ. ഞാനും വീഡിയോയിൽ വന്നു. ഈ ലവ് ചിഹ്നം ഷെയർ ചെയ്യുക. ഇത് ഷെയർ ചെയ്യുക. ഒരു സെൽഫി. പ്ലീസ് ടേക്ക് എ സെൽഫി. ആരെങ്കിലും ഒരു സെൽഫി എടുക്കുക. സെൽഫി എടുക്കുക. ഇന്റൻഷൻ മാറ്റേഴ്സ്. ഉറപ്പായിട്ടും നമുക്കൊരു നല്ല ഇന്റൻഷൻ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നടക്കും. ഏത് കാര്യത്തിലും ഒരു ഇന്റൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാമറയിൽ വരാതെ ഒരാൾക്കും ഞാൻ എടുത്ത് നോക്കുമ്പോ സ്ക്രീനിൽ വരാത്ത ഒരാൾക്കും ഞാൻ റെക്കോർഡിംഗ് ഷെയർ. അത് എന്റെ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്ത് പോയാ ഞാൻ എന്റെ ഇന്റൻഷൻ തെറ്റിക്കാൻ പറ്റത്തില്ല. ആർക്ക് വേണമെങ്കിലും ക്യാമറയിൽ വരിക, ഫോട്ടോ ക്യാമറയിൽ അപ്പൊ തൊട്ടുണ്ട്. സെൽഫി എടുത്ത് നിങ്ങളെനിക്ക് ഇട്ട് തരണം. സെൽഫി അതൊരു ടാസ്ക് ആണ്. ഇട്ട് ഉറപ്പായിട്ടും ഞാൻ റെക്കോർഡിംഗ് തരും. സെൽഫി നിങ്ങളുടെ ക്യാമറയിൽ വന്നിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ ഫോട്ടോ എടുക്കുക, ഇടുക, ഗ്രൂപ്പിൽ ഇടുക, നമ്മുടെ ആ ഗ്രൂപ്പിൽ ഇടുക. ഉറപ്പായിട്ടും അവർക്ക് ഞാൻ റെക്കോർഡിംഗ് അവൈലബിൾ ആക്കും. ഇനി സമയമുണ്ട്. മാം ഒരു റിക്വസ്റ്റ് ഉള്ളത്, മാം അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും കൺഫർമേഷൻ ബയാസിന്റെ ഒരു സെഷൻ നടത്താൻ പറ്റുമെങ്കിൽ. സോ ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് അപ്പ് ഹിയർ ദിസ് സൺഡേ മോർണിംഗ്. എനിക്കറിയാം ഒരുപാട് കല്യാണങ്ങളുള്ള ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ ഉള്ള ഒരു ടൈം ആയിരിക്കാം. ഈ 1111 എന്ന് പറയുന്ന നമ്പര് എന്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ നമ്പർ എവിടെയും ഞാൻ കാണും എന്നുള്ളതാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ചു, കാറിലിരുന്ന് ഞാൻ ഉറങ്ങിയാലും ഈ നമ്പർ വരുന്ന സമയം ഞാൻ കണ്ണ് തുറന്ന് ആ നമ്പറിൽ അത് നോക്കും, ഞാൻ അത് കണ്ടിരിക്കും. അപ്പൊ അത് ഞാൻ ഉറക്കത്തിലും അപ്പൊ മാം അവയർനെസിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ അവെയർ ആയിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ആ നമ്പര് വരുമ്പോ നമ്മൾ എങ്ങനെ അത് കാണുന്നു? കോൺഷ്യസ് മൈൻഡ് ഓൾവേസ് ഓപ്പൺ ആണ്, എപ്പോഴും വർക്ക് ചെയ്യുക. ഓൾവേസ് 24 hours വർക്ക് ചെയ്യുന്ന ആണ് നമ്മുടെ ബോധ മനസ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 1111 വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ഓപ്പൺ ആവുന്നുണ്ട്. ആൽഫ ലെവലില് മാത്രം ഓപ്പൺ. അല്ലെങ്കിൽ അതായത് കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഒരു ലൈനിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ആൽഫ ലെവൽ എന്നൊക്കെ പറയും, പ്ലാറ്റിനം 30 എന്നൊക്കെ പറയും. ഇത് ഈ പ്യോർ അവയർനെസ്സിൽ നമ്മൾ ഇമോഷണൽ റെഗുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നല്ല ഇമോഷൻ, കറക്റ്റ് ഇമോഷനിൽ ഹോപ്പ് എന്ന് പറയുന്ന നല്ല ഇമോഷനാണ്. ലക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഇമോഷൻ എലിവേറ്റ് ചെയ്യും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ സംഭവം പോകും. പിന്നെ ആ ഒരു സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ റിമൈൻഡ് ചെയ്യും. അതാണ് അത് സംഭവിക്കുന്നത്. എനിക്ക് പലപ്പോഴും അതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതാ പറഞ്ഞ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് എടുക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇന്നലെയും കണ്ടിരുന്നു, യെസ്റ്റർഡേ കണ്ടു. ആ സമയം പ്രാർത്ഥിക്കും. വളരെ നല്ലതാണ്. നമ്മളെ ബെൽ റിംഗ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ എഫക്റ്റ് നമ്മുടെ മൈൻഡ്, നമ്മളെ എലിവേറ്റഡ് ഇമോഷൻ, നമ്മളെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയർ ആവും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ശരിക്കും മാം, ഞാൻ ഹീലായപ്പോ അലൈൻഡ് ആയതിനു ശേഷം മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഞാനിത് കാണാറുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ കാണിച്ചു തരും, യൂണിവേഴ്സ് എന്തെങ്കിലും നമ്മളെ കാണിക്കാൻ ശ്രമിക്കുവാണോ, ട്രൈങ് ടു കൺവേ ചെയ്യും. ഞാൻ ലാസ്റ്റ് ഇത് എടുത്തതും ആ ഒരു സമയത്ത് തന്നെയായിരുന്നു, ഈ ഒരു ജേർണിയിലേക്ക് വരാനായിട്ട്. അത് വിശ്വസിക്കുകയാണെങ്കിൽ അത് ട്രൂ ആണ്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിശ്വാസമാണെങ്കിൽ ഗുഡ്, വളരെ നല്ലതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ സജിന വന്നിട്ടുണ്ട്. സജിനയ്ക്ക് ചിലപ്പോൾ മാനിഫെസ്റ്റേഷന്റെ ആളാണ് സജിന. സജിനയ്ക്ക് എന്തെങ്കിലും അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു സോ മച്ച്. മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് മാം പറഞ്ഞ മാതിരി കൂടുതൽ അവയർനെസ് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം, പിന്നെ ചോയ്സിന്റെ കാര്യമാണ് കൂടുതൽ.
നമ്മുടെ ചോയ്സ് 4 ചോയ്സ് ഉണ്ട്. ഇന്നത്തെ ദിവസത്തെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാം. ഒരു എക്സാമ്പിൾ സർ, മാം നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇന്ന് കൊണ്ടുപോകാം ഒന്ന്, അല്ലെങ്കിൽ ഒരു നോർമൽ ലെവലിൽ പോകാം, നന്നായി കുളിച്ച് ഫ്രഷ് ആയിട്ട് പൊട്ടൊക്കെ വെച്ച് നല്ല നീറ്റായി അങ്ങനെ പോകാം. അത് നമ്മൾ എടുക്കുന്ന ചോയ്സ് ആണ്. അപ്പം അങ്ങനെ ഓരോന്നിനും നമ്മൾ അവയർനെസ് കൊണ്ടുവന്ന് നമ്മുടെ ബെസ്റ്റ്. ഇപ്പൊ ഞാൻ ഇവിടെ പുറത്ത് വന്ന് സൺലൈറ്റ് ആയിരുന്നു, കുറച്ച് മാമിന്റെ ക്ലാസ് കണ്ടുകൊണ്ട് സൺലൈറ്റ് ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്ത്. ഇതെന്റെ ചോയ്സ് ആയിരുന്നു, ഇന്നത്തെ സൺഡേ ആണ്. അപ്പം അങ്ങനെ ഓരോന്നും നമ്മുടെ ചോയ്സ്, ഹൗ വി ക്യാൻ മേക്ക് അവർ സെൽഫ് ബെറ്റർ. അപ്പം അങ്ങനെ ഓരോന്നിനും അപ്പം ഇതെല്ലാം നമ്മുടെ ലൈഫിനെ, നമ്മുടെ മാനിഫെസ്റ്റേഷന് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നതിലേക്ക്, അതായത് നമ്മുടെ ചിന്തകളും വാക്കുകളും ഇമോഷനാണ് നമ്മുടെ ലൈഫ്. സോ അതിൽ നമ്മൾ അവയർനെസ്, എന്ത് ചിന്ത, ആ ചിന്ത വരുമ്പം അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ആവശ്യമില്ലാണോ, ആവശ്യമില്ലാതെ അവിടെ അപ്പം നമ്മളൊന്ന് അവെയറായി അതിനെ സൈലന്റ് ആയി നമുക്ക് വേണ്ടുന്ന ഒരു ചിന്തയെ അവിടെ കൊണ്ടുവന്ന് റിപ്പീറ്റേഷൻ ചെയ്യും. റിവയറിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ പവർ ഓഫ് ചോയ്സിൻ്റെ മാമിന് ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച് എലിസി മാം. ഞാൻ ഇവിടെ ഒരു ഹാഫ് ആൻ അവർ സൂര്യപ്രകാശം കൊണ്ട് അവിടെ ഇരുന്ന്, അവിടെ ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്. Thank you so much. Beautiful. Thank you, ma'am. Thank you, Sajna. സോ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതർവൈസ് 9:40 ആയിപ്പോയി. ഇന്നത്തെ സെഷൻ കുറച്ച് നീണ്ടുപോയി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ താങ്ക് അടുത്ത യു മാം. നമുക്ക് വേറൊരു ബണ്ടു സബ്ജക്റ്റുമായിട്ട് വീണ്ടും താങ്ക് യു കാണാം. മാം. താങ്ക് യു മാം. താങ്ക് യു മാം, താങ്ക് യു. Love you all. Bye. ലവ് യു.